ഞാൻ നിൽക്കാതെ ടൈമിൽ നമ്മൾ ഫോൺ സൈലൻ്റായി വെക്കും. ഫോൺ സൈലൻ്റ് കഴിഞ്ഞാൽ നിൽക്കാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫോൺ എടുത്ത് വെക്കുമ്പോൾ മമ്മൂക്ക വാട്സപ്പിൽ 2 കോൾ വിളിച്ചിരിക്കണം, വീഡിയോ കോളും. അത് ഞാൻ നെട്ടിപ്പോയി. പലർക്കും നമ്മളെ പോലുള്ള ആളുകളെ ലൈഫ് എങ്ങനെയെന്ന് അറിയില്ല. നമ്മളെങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നത് ഒന്നും അറിയില്ല. എന്തെങ്കിലുമൊക്കെ ഭക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് ഞങ്ങളെ ജീവിതം നശിപ്പിക്കായിരുന്നു ഉമ്മാക്ക്. ചുമ്മാ ചെയ്തില്ല. ഈ ടോയ്ലറ്റ് പോകാനും മൂത്രമൊഴിക്കാൻ അതേമാതിരിക്ക് ടോയ്ലറ്റ് പോകാനൊക്കെ ഇതൊക്കെ ഞങ്ങളെ ഉമ്മേന്ന് കഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞാൻ എന്ത് ആഗ്രഹം പറഞ്ഞാലും അത് എവിടുന്നായാലും അതെനിക്ക് അപ്പൊ തന്നെ എൻ്റെ ഒരു 5 മിനിറ്റ് അതിനുള്ളിൽ എനിക്ക് കിട്ടിയിരിക്കും. വെൽക്കം ടു ഇൻവേർട്ട് സ്റ്റുഡിയോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ്, അൽഹംദുലില്ലാഹ്, സന്തോഷമായി പോകണ്ടേ, നന്നായി പോകണം എല്ലാ കാര്യം. അതെ അതെ അതെ. നമുക്ക് നിങ്ങളെ ലൈഫിൽ നിന്ന് ആദ്യം തുടങ്ങാം. അതെ, എങ്ങനെയാണ് ഇപ്പൊ ഈ കാണുന്ന സ്വാലിയിലേക്ക് എത്തിയത്? ലൈക്ക് എന്താ ലൈഫ് ജേർണി, അതിനെ പറ്റി എനിക്ക് എന്താ പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒന്ന്, എൻ്റെ ജനിച്ച കാലം മുതൽ ഞാനൊരു 10-15 വർഷത്തോളം എൻ്റെ ലൈഫ് 4 ചുമരിൻ്റെ ഉള്ളിൽ, ഒരു വീട്ടിൻ്റെ ഒരു പുറത്തേക്കുള്ള ലോകം എനിക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ കയ്യിൻ്റെ എല്ലൊക്കെ പൊട്ടണ അസുഖമാണ്, കയ്യിൻ്റെ എല്ലിൻ്റെയൊക്കെ എല്ല് പൊട്ടണ അസുഖമാണ്. മരണത്തിന് തുന്നിയുള്ള വേദന നമ്മൾ സഹിക്കണം. പക്ഷേ എന്നാലും ശരി, ഈ വേദന ഞാൻ പേടിച്ചിട്ട് അന്നും ആ ഒരു ഇരുത്തം, ആ ഒരു കടത്തവിടെ കിടന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അന്നത്തെ ആളുകൾക്കൊക്കെ നമ്മളൊരു കാണുമ്പോൾ ഒരു കാഴ്ച വസ്തു, ഒരു അപൂർവ ജീവിയെ പോലെയാണ് കാണാല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് നമ്മൾ ആളുകൾ കാണുന്നവർ ചിന്തിച്ചോട്ടെ, അവരെ ചിന്ത എന്താ വെച്ചാൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമുക്കൊരു ധൈര്യം പടച്ചോൻ തന്നു, ഒരു മോട്ടിവേഷൻ നമുക്കും കിട്ടി. ആ മോട്ടിവേഷനിലൂടെ നമ്മളാണ്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഇങ്ങനെ പുറത്തിറങ്ങി. ഇന്ന് ഇപ്പോൾ സൗദിയിൽ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ കേരളത്തിൽ ഒരുവിധ സ്ഥലത്തും ബാംഗ്ലൂർ വരെ യാത്ര ചെയ്തു. അതും ഫ്ലൈറ്റിൽ അതിലൊന്നല്ല, വണ്ടിയിൽ തന്നെ യാത്ര ചെയ്തു. അപ്പോൾ ഇതുവരെ ഇപ്പോൾ യാത്ര ചെയ്തിട്ട് എൻ്റെ എല്ല് പൊട്ടി അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം നമുക്കൊരു ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്താൻ പറ്റും. ഭയങ്കര സന്തോഷമായി കേട്ടത്. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സ്കൂൾ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു? സ്കൂൾ ജീവിതം എന്ന് പറഞ്ഞാൽ, ഞാൻ വീട്ടിലിരുന്ന് തന്നെ ഞങ്ങൾ 2 മക്കളായിരുന്നു. 2 മക്കളായിരുന്നു ഇങ്ങനെ സുഖമില്ലാത്തത്. ഞാനും എൻ്റെ പെങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ ആൾക്കാരുണ്ട്, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അവരൊക്കെ ഇപ്പോൾ ഒരാളുണ്ടായിരുന്നു പറഞ്ഞല്ലോ, അവൾക്ക് വീട്ടിൽ മാതാപിതാക്കൾ വീട്ടിൽ തന്നെ മലയാളം, ഇംഗ്ലീഷ്, അറബി മൂത്ത ആൾക്ക് പഠിപ്പിച്ചു കൊടുത്ത്. അതുപോലെ പെണ്ണായിരുന്നു, എൻ്റെ താത്തയായിരുന്നു. അപ്പോൾ അവൾക്ക് മലയാളം, ഇംഗ്ലീഷ്, അറബിയൊക്കെ പഠിപ്പിച്ചു കൊടുത്ത്. അങ്ങനെ അവൾ പിന്നെ എനിക്ക് പഠിപ്പിച്ചു തന്ന്. ഞങ്ങൾ രണ്ടാളും മറ്റുള്ളവർക്ക് സ്കൂളിൽ പോയാലൊക്കെ ഞങ്ങൾ രണ്ടാളും വീട്ടിൽ വെറുതെ ഇരിക്കാവും, ആരും ഇല്ല വർത്താൻ പറയാനും. അപ്പോൾ അങ്ങനെ അവൾ എനിക്ക് പഠിപ്പിച്ചു തന്നു. സത്യം പറഞ്ഞാൽ ഒരു ഉസ്താദ് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ. പക്ഷെ അന്നൊക്കെ ഞാൻ വായ്പനായിരുന്നു, പഠിക്കൂലായിരുന്നു, പഠിക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇപ്പോൾ ഇംഗ്ലീഷും മലയാളം ഇല്ലാതെ ഇപ്പോൾ കാലത്ത് ജീവിക്കാൻ കഴിയൂല. അപ്പോൾ പിന്നൊക്കെ സ്വയം പഠിച്ചു. എല്ലാം ഒറ്റയ്ക്ക് മലയാളം വായിക്കാനും മലയാളം എഴുതാനും ഇംഗ്ലീഷ്, കണക്ക്. ഇപ്പോൾ കണക്കൊക്കെ അത്യാവശ്യം മനക്കണക്ക് തന്നെ ഞാൻ ഒറ്റയ്ക്ക് ഒരു ഇപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന് എത്ര റുപ്യ ചോദിച്ചാൽ 2 ഇപ്പോൾ മറ്റുള്ള കൂട്ടി തീർക്കേണ്ട ഒരു കണക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാർ കാൽക്കുലേറ്റർ എടുക്കേണ്ട മുന്നേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഇത്ര റുപ്യാണ് അതിന് എത്ര ആവുമെന്ന്. അങ്ങനെ ബേസിക്കലി സ്കൂളിൽ പോയിട്ടില്ല. സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ തുല്യത പരീക്ഷ എഴുതി. ഭിന്നശേഷിക്കാർക്ക് തുല്യത പരീക്ഷ എഴുതാൻ പറ്റും. അപ്പോൾ 7ാം ക്ലാസ് വരെ തുല്യത പരീക്ഷ എഴുതി പാസ്സായിട്ടുണ്ട്. ഇനി SLC എഴുതണം. പിന്നെ ഇതൊക്കെ യൂട്യൂബ് ഇതൊക്കെ വ്ളോഗൊക്കെ അതിൻ്റെ എഴുതാനുള്ള ടൈം കിട്ടില്ല, സമയം കിട്ടില്ല സത്യം പറഞ്ഞ. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കിടന്നിരുന്ന ആൾക്ക് സമയം. അതെ, തുല്യത പരീക്ഷ എഴുതിയിട്ട് തന്നെ ഇപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. ഈ 3 വർഷത്തിൻ്റെ ഇടയിലേക്ക് SLC പരീക്ഷ എഴുതാനുള്ളൊരു ടൈം കിട്ടിയിട്ടില്ല, സത്യം പറഞ്ഞാൽ അതാണ്. പിന്നെ ഇപ്പൊ നിങ്ങൾ പറയില്ലേ നിങ്ങളെ വീട്ടില് ഇങ്ങനെ വയ്യാത്ത ആളുണ്ടെന്ന്, ലൈക്ക് ഇങ്ങനെ വരാൻ കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് എന്തുകൊണ്ടാണെന്ന് അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടോ? അത് കാരണം എന്ന് വെച്ചാൽ, ഞാനായാലും എൻ്റെ മൂത്തിൻ്റെ നേരെ മൂത്തതായിരുന്നു സഹോദരി. ഞങ്ങൾ 5 മക്കളാണ്. ഞാൻ 1990 മാർച്ച് 15-നാണ് ജനിച്ചത്. ഇന്നിപ്പോൾ 35 വയസ്സായി. അപ്പോൾ ഞാൻ ചെറിയ മകൻ, എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ചെറിയ മകനായിട്ടാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ മൂത്തത് ജ്യേഷ്ഠനാണ്, അവർക്കൊരു കുഴപ്പമില്ല, അവരിപ്പോൾ ഗൾഫിലാണ്. 2ാമത്തെ പെങ്ങളുണ്ട്, അവർക്കൊരു കുഴപ്പമില്ല, അവരൊക്കെ കല്യാണം കഴിച്ചു പോയി. മൂന്നാമത്തെ പെങ്ങളെ ജെൻസൊക്കെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ആൾക്ക്.
ജനിച്ച് ഒക്കെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല, സാധാ കുട്ടികളെ മരിക്കന്നെ. പക്ഷേ ഇരിക്കൽ തുടങ്ങിയതിൻ്റെ ശേഷം കുട്ടി ഒരു 3-4-5 മാസമായപ്പോഴത്തേന് ഇരുത്താനുള്ള ടൈമിൽ ഓളൊന്ന് വെതുക്കിയൊക്കെ വീണൊക്കെ അവിടെ കൈ കണ്ട് കുത്തി നിലത്ത്. ആ കയ്യുമ്മ വെയിറ്റ് കൂടിയൊക്കെ കയ്യിൻ്റെ എല്ലാം ഉണ്ട് പൊട്ടി. അങ്ങനെ കയ്യിൻ്റെ എല്ല് പൊട്ടി. ആ കൈ ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റർ ഇട്ടു. പ്ലാസ്റ്റർ ഇട്ടൊക്കെ കൈ ടൈറ്റായൊക്കെ കയ്യിൻ്റെ ഇവിടെ എല്ല് വീണ്ടും പൊട്ടി. അങ്ങനെ കൈ എവിടെ അമരുന്നത്, അതിൽ കയ്യിന് ടൈറ്റ് ആവണോടെ അവിടെ കയ്യിൻ്റെ എല്ല് പൊട്ടുക, കാലിൻ്റെ എല്ല് പൊട്ടുക, അങ്ങനെയായി. അപ്പോൾ പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പം ഡോക്ടറെല്ലാം ചെക്കപ്പും ചെയ്തൊക്കെ പറഞ്ഞു ഇവരെ എല്ലിൻ്റെ ഉള്ളിൽ ദശ പറഞ്ഞൊരു സാധനം ഉണ്ട്. നമ്മൾ മട്ടൻ്റെ പീസൊക്കെ മജ്ജ പോലത്തെ. മജ്ജ പറഞ്ഞൊരു സാധനം ഉണ്ട്. അപ്പം നമ്മൾ മട്ടനൊക്കെ എല്ല് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ, അങ്ങനത്തെ ഒരു സാധനം നമ്മളെ എല്ലിൽ ഉള്ളിലില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളെ കുപ്പി ഗ്ലാസിൻ്റെ എല്ല് പൊട്ടണായിരിക്കും എല്ല് ഇങ്ങനെ പൊട്ടിക്കൊണ്ട് ഇരിക്കണേ അറിഞ്ഞ്. അപ്പോൾ നമ്മൾ പ്രത്യേകം നമ്മൾ സൂക്ഷിച്ച് വരെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അതായത് സാധാ കുട്ടികളെ പോലെ എടുക്കാൻ പറ്റൂല, അതേമാതിരിക്ക് ഇവരൊന്നും വീഴാൻ പാടില്ല, അങ്ങനെ കുറേ നിബന്ധനകൾ പറഞ്ഞു. അങ്ങനെ സത്യം പറഞ്ഞാൽ പിന്നെ അവിടുന്നാണ്ട് എൻ്റെ രക്ഷിതാക്കളുടെ കഷ്ടപ്പാടായിരുന്നു ഞങ്ങളെ നോക്കി എടുക്കാനുള്ളൊരു പ്രയാസം. അപ്പോൾ അതന്നെ സെയിം അവസ്ഥ തന്നെയല്ലേ ഇപ്പൊ നിങ്ങൾക്കുള്ളത്? അതെ, എൻ്റെ അവസ്ഥ എങ്ങനെ പറയണ്ടെങ്കിൽ ഞാൻ ജനിച്ചൊക്കെ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല തടി വെയിറ്റൊക്കെ ഉള്ള ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയായിട്ട് തന്നെയാണ് എന്നെ ജനിച്ചത്. അപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞാൽ 5 പ്രസവത്തിൽ 4 വീട്ടിൽ നിന്നായിരുന്നു പ്രസവിച്ചിരുന്നത്. 5ാമത്തെ ഞാൻ മാത്രമാണ് ഹോസ്പിറ്റലിൽ പ്രസവിച്ചിട്ടുള്ളത്. വളാഞ്ചേരി കരുണ ഹോസ്പിറ്റലിലാണ് എന്നെ പ്രസവിച്ചിട്ടുള്ളത്. അപ്പോൾ ജനിച്ചൊക്കെ തന്നെ കുറച്ചായി ഉമ്മാക്ക് 3-4 ആഴ്ച കഴിഞ്ഞാൽ തന്നെ ഉമ്മാക്ക് മനസ്സിലായി ഇക്ക് അസുഖം ഉണ്ടെന്ന്. അതിനുള്ള ഒരൊറ്റ കാരണം എന്തായിരുന്നു, ഏതിപ്പോൾ എൻ്റെ ചെറിയ കുട്ടി ഇപ്പം നിങ്ങളിവിടെ കണ്ടല്ലോ, എൻ്റെ കുട്ടി ആയിക്കോട്ടെ അതുപോലെ തന്നെ ഏത് കുട്ടി ആയിക്കോട്ടെ, ചെറിയ കുട്ടിയാകുമ്പോൾ ഇങ്ങനെ കയ്യും കാലിട്ട് ഇങ്ങനെ കളിക്കും. ഞാൻ അത് ചെയ്തിരുന്നില്ല. ചെറുപ്പകാലത്ത് തന്നെ കയ്യും കാലും ഇങ്ങനെ നിർത്തി പിടിച്ച് ഈ കുഴഞ്ഞ കിടത്ത്, ഈ ഒരു കിടത്ത് മനസ്സിലായി എൻ്റെ ഉമ്മാക്ക് ഒരു ശരീരത്തിനൊരു ബലമില്ലാന്ന് മനസ്സിലായി. അങ്ങനെ കയ്യും കാലൊന്നും ഇളക്കാൻ പറ്റാതായി. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞൊക്കെ അതേമാതിരിക്ക് എല്ല് പൊട്ടാൻ തുടങ്ങി. പക്ഷേ ആയിക്കന്നെ എൻ്റെ ഉമ്മൻ്റെ അടുത്ത് ചെരിച്ചിരുത്തിയ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് എൻ്റെ പെങ്ങളെ മരിക്കിൻ്റെ എല്ലുകൾ കൂടുതൽ പൊട്ടിയില്ല. പെങ്ങൾ ഇരിക്കുക അതേമാതിരിക്ക് ഇരുന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് കുറേ ഇളകിയോണ്ട് എല്ല് പൊട്ടി. എൻ്റെ ഈ ഒരു കട്ടിൽമ മാത്രമായിരുന്നു എൻ്റെ കിടത്തം. ഭക്ഷണം ഉമ്മ വാരിത്തരും എല്ലാം. ആ ഒരു കിടത്തം കൊണ്ട് കൂടുതൽ എല്ല് പൊട്ടിയില്ല. ശരിക്കും എവിടെ വീട് കറക്റ്റ് ആയിട്ട്? നമ്മൾ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി കരേക്കാട് സീറ്റപ്പാറ, അവിടെയാണ് വീട്. ഇപ്പൊ സ്കൂളിന്റെ കാലഘട്ടമൊക്കെ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞാൽ നമുക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഒക്കെയാണ്, എല്ലാവർക്കും സ്കൂളിൽ പോകാൻ പറ്റുന്നത്. അന്നിപ്പോ നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല, പക്ഷെ നിങ്ങളുടെ വീട്ടിൽ തന്നെ എല്ലാവരും സ്കൂളിൽ പോകുന്നു. അങ്ങനെയൊക്കെ ആയപ്പോ നിങ്ങൾക്ക് അപ്പൊ എന്താ തോന്നിയത്? ലൈക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നോ മനസ്സിൽ, അതോ എങ്ങനെയായിരുന്നു അതിനെ നിങ്ങൾ കണ്ടത്? ഞാൻ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിലിരിക്കുന്ന ഭയങ്കര ബോറിംഗ് ആയിരുന്നു എനിക്ക്. പക്ഷേ അതണ്ട് പൊരുത്തപ്പെട്ട് നമ്മളിപ്പോൾ ഏതൊരു സാഹചര്യം വരുമ്പോഴോ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് സാധാരണ ഒരു നടന്നു പോണ ഒരാൾക്ക് ഒരു 2 ദിവസം വീട്ടിലായ അവരെ മനപ്രയാസം എന്താണെന്ന് നമുക്കറിയാം. ഞാനും എൻ്റെ പെങ്ങളും അതേമാതിരിക്ക് വീട്ടിൽ ഇരുന്ന് ചടച്ചു. അപ്പം ഞങ്ങളെ കൂടെയുള്ള മറ്റുള്ളവർക്ക് സ്കൂളിൽ പഠിക്കാനൊക്കെ പുറത്ത് പോകുമ്പോഴും ഫാമിലിയൊക്കെ ആയിട്ട് ടൂറ് പോകുമ്പോഴൊക്കെ, കോളേജിൽ നിന്നൊക്കെ ടൂറ് പോകുമ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ടൂറ് പോകുമ്പോൾ അന്നത്തെ കാലത്തുണ്ടായിരുന്നല്ലോ അതൊക്കെ കാണുമ്പോൾ നമുക്ക് കുറേ വിഷമം വരും. അപ്പോൾ നമ്മൾ ഫാമിലിയിലൊക്കെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് ഫാമിലിയിലത്തെ കുട്ടികളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണെന്ന്. കുറച്ച് നിമിഷം അവരായിട്ടൊക്കെ ഒന്ന് സംസാരിക്കാൻ കിട്ടുക പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഞങ്ങൾ ആ ഒരു ദിവസം കള്ളനും പോലീസും കളിക്കുക. അതേമാതിരിക്ക് ഒരു പുസ്തകത്തിൽ SOS പറഞ്ഞൊരു മത്സരം, SOS എന്ന മത്സരം ഉണ്ടായിരുന്നു. അതൊക്കെ കളിച്ചു. അന്നൊക്കെ നല്ല രസമായിരുന്നു ആ ഒരു കാലഘട്ടം. പക്ഷേ ഓരോന്ന് വീട്ടിൽ നിന്ന് പുറത്ത് പോയാൽ ഞങ്ങൾ കരയും. ഞങ്ങൾ രണ്ടാളും കരയും. ആരും ഉമ്മ ഞങ്ങൾക്ക് ഒരിക്കലും പോവാം, ഞങ്ങൾക്ക് ഒരിക്കലും പോകും, ആരും ഇല്ല, ആർക്കട് വീട്ടിൽ നിന്ന് ആകെ ചടച്ചു. പക്ഷേ ഇന്ന് നമ്മൾക്ക് അത് ശീലമായി. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ പുറത്തിറങ്ങാൻ തുടങ്ങി. പക്ഷേ അതേ ഒരു കാലഘട്ടം ഇവിടെ വന്നു. അതെപ്പോഴാണ് അറിയാം, ഞങ്ങൾ ഈ അനുഭവിച്ച അതേ വേദന ജനങ്ങൾ അനുഭവിച്ചൊരു ടൈം ഉണ്ടായിരുന്നു. കൊറോണ ടൈമിൽ, ലോക്ക്ഡൗൺ ആയ ടൈം. ആ ടൈമിൽ ഇപ്പോൾ പോലീസുമാരിങ്ങനെ ആൾക്കാർ പുറത്തിറങ്ങുമ്പോൾ അടിക്കണ കാണുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി. ഇവർ ഒരു ദിവസം ഒരു മാസം പോലും
വീട്ടിലിരിക്കാൻ കഴിക്കണില്ല. അപ്പം നമ്മളൊക്കെ എത്ര കാലമായി വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട്. ശരിയാ. ഒരു പലർക്കും നമ്മളെ പോലുള്ള ആളുകളെ ലൈഫ് എങ്ങനെയെന്ന് അറിയില്ല. നമ്മളെങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നത് ഒന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ പഠിച്ചു, സ്കൂളിൽ നിന്ന് പഠിച്ചു, അടുത്ത അനുഭവങ്ങളോ പഠിക്കാൻ പോയതോ കാര്യങ്ങളോ സ്കൂളിൽ നിന്ന് ടൂറ് പോകണതോ എല്ലാ അനുഭവങ്ങളും പറയുമ്പോഴൊക്കെ നമ്മളൊക്കെ മനസ്സിൽ നല്ല വിഷമമാണ് അത് കാണാൻ പറ്റും. പിന്നെ ഞാൻ നന്നായിട്ട് മാപ്പിളപ്പാട്ടും ഒക്കെ കേൾക്കും, അത് നല്ല ഇഷ്ടമാണ്. അതിൽ കുറച്ച് അതിൻ്റെ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു ഷാഫി കൊല്ലത്തിൻ്റെ എന്നും എൻ്റെ ഓർമ്മകളിൽ ഓടി വരും നൊമ്പരം എന്നുള്ള കലാലയം എന്നുള്ള പാട്ട്. അതൊക്കെ കാണുമ്പോൾ കലാലയത്തെ ജീവിതം ഭയങ്കര രസമായിരുന്നു, ഫ്രണ്ട്സായിരുന്നു. ഇത് അങ്ങനെ നമ്മളൊരു സ്കൂളിൽ പോകണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകൾ പറഞ്ഞ് കേട്ടിക്കണേ, ഒരു ചോറ്റും പാത്രത്തിലുള്ള ഭക്ഷണം ആ ഇപ്പം എൻ്റെ ചോറ്റും പാത്രത്തിൽ മീനാണ് പൊരിച്ചതെന്ന് വെച്ചാൽ മറ്റവൻ്റെ ചോറ്റും പാത്രത്തിൽ കോഴിമുട്ടാവും പൊരിച്ചത്, അറ്റുപുറത്തിൽ പയറുപ്പേരി ഉണ്ടാവും. അങ്ങനെയൊക്കെ ആണ്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഭക്ഷണം കഴിക്കുക, അങ്ങനെ അതൊക്കെ ഒരു രസം തന്നെ നമ്മളെ ലൈഫിൽ. പക്ഷെ അതൊന്നും ഇല്ല, ഫ്രണ്ട്സായിട്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ഒരു സങ്കടം. ഇപ്പൊ സങ്കടമൊക്കെ മാറിയില്ലേ? ഇപ്പം സങ്കടമൊക്കെ മാറി, ഇപ്പം സന്തോഷമായി. ഇപ്പം ഇഷ്ടം പോലെ ഞാൻ ചെയ്യാൻ പറ്റണില്ലേ? അതെ, എല്ലാ ഫ്രണ്ട്സുകൾ തന്നെ ഇപ്പൊ ഉള്ളു. ഇന്ന് ഇങ്ങനെ ഒരു നിലയിൽ ഇന്നത്തെ പുറത്ത് കാണാനും എത്ര യാത്ര ചെയ്യാനും ഇങ്ങനെ ആക്കിയതിൽ കൂടുതൽ പങ്കും എൻ്റെ ഫ്രണ്ട്സുകൾക്കാണ്. ഫ്രണ്ട്സുകൾ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ പുറത്ത് കൊണ്ടുപോകാൻ. ഇപ്പൊ ഈ ഒരു കാലഘട്ടം ഇത്രയും വന്നതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ആളാരാ? നിങ്ങൾക്ക് ഭയങ്കര കടപ്പാടുള്ള അങ്ങനെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ നിങ്ങളെ? ലൈക്ക് ഒരാൾ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ, അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒന്നാമത്തേത് എൻ്റെ ഉമ്മ. എൻ്റെ ഉമ്മ ഇങ്ങനെ നടക്കാൻ കഴിയാത്ത ഒരാളെ ഞങ്ങൾ രണ്ടാളെയും കെട്ടിയേക്കെ. സത്യം പറഞ്ഞാൽ ഞങ്ങളെ ഉമ്മ നോക്കി വളർത്തി. കാരണം ഇങ്ങനത്തെ ഒക്കെ ഒരു ഇതിൽ ഏത് മാതാപിതാക്കളെ ഇതാവും. എന്തേലൊക്കെ ഭക്ഷണത്തിൽ എന്തേലൊക്കെ തന്നിട്ട് ഞങ്ങളെ ജീവിതം നശിപ്പിക്കായിരുന്നു ഉമ്മക്ക്. പക്ഷെ ഉമ്മ ചെയ്തില്ല. ഉമ്മാൻ്റെ വേദന ഞങ്ങൾ ഒക്കെ നോക്കി ഞങ്ങൾ കഷ്ടപ്പെടും. സത്യം പറഞ്ഞാൽ ഈ ടോയ്ലറ്റ് പോകാനും മൂത്രമൊഴിക്കാൻ അതേമാതിരിക്ക് ടോയ്ലറ്റ് പോകാനൊക്കെ ഇതൊക്കെ ഞങ്ങളെ ഉമ്മേന്ന് കഷ്ടപ്പെട്ടിരുന്നു, ഞങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഈ രാത്രി 12 മണി 1 മണിക്കാണെങ്കിലും ഞങ്ങൾ ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉമ്മാനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ഞങ്ങൾ പോകാറുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഈ കുട്ടികൾ തന്നെ ഉറങ്ങാൻ സമ്മതിക്കണില്ല എന്ന് പോലും ഉള്ളൊരു വാക്ക് ഉമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് അത്രയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച്. പിന്നെ ഓരോ കയ്യിൻ്റെ എല്ല് പൊട്ടുന്ന ടൈമിലും ഉമ്മ മരുന്ന് തേച്ച് തരുമ്പോൾ ഉമ്മ സമാധാനിക്കുമ്പോൾ വേദന സഹിക്കാൻ പറ്റാതെ ഞങ്ങൾ ഉമ്മാൻ്റെ കൈ കടിച്ചിട്ട് മുറിയാക്കിയിട്ടുണ്ട്. അത്രയ്ക്ക് വേദന, നമുക്ക് ഭയങ്കര വേദന ആവും, സഹിക്കാൻ പറ്റാത്ത വേദന. ഒന്ന് ഇളകാൻ ഇങ്ങനെ കൈ ഇങ്ങനെ വിറക്കും നമ്മൾ. അപ്പോൾ കൈ ഇങ്ങനെ വിറക്കുമ്പോൾ ആ വേദന സഹിക്കാൻ വയ്യാതെ ഉമ്മാൻ്റെ കൈമ്മ കടിച്ചിട്ടുണ്ട്. അതിൽ ഉമ്മ ഞമ്മക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടതോ ഉറക്കൊഴിച്ചതോ ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ ഉമ്മാക്ക് മാനസികമായി ആകെ വിഷമമായി. ആ ടൈമിൽ പോലും ഉമ്മ ഞങ്ങളെ ഭക്ഷണം മുടക്കിയിട്ടുണ്ടായിരുന്നില്ല. ഭക്ഷണങ്ങളും ഞങ്ങൾ കുളിപ്പിക്കുന്ന കാര്യങ്ങളും ഒരു ചെറിയ കോപ്പയിലുള്ള വെള്ളം പോലും ഞങ്ങൾക്കന്ന് പൊടിക്കാൻ കഴിയില്ലായിരുന്നു. വെള്ളം കുടിക്കാൻ പോലും ഉമ്മാൻ്റെ സഹായമാണ്. ഇന്ന് അൽഹംദുലില്ലാ ഉമ്മ മരിച്ചതിന് ശേഷം ഉമ്മ പോയത് ഞങ്ങൾക്ക് വലിയ വിഷമമാണ്. പക്ഷേ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത് ഞാൻ ഇന്ന് എൻ്റെ കയ്യിൻ്റെ എൻ്റെ 2 കൈ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഒന്നുമില്ല. ഭക്ഷണം ഒറ്റയ്ക്ക് വാരി കഴിക്കണേ, പിന്നെ അതുപോലെ തന്നെ കുളിക്കണേ, എല്ലാ കാര്യങ്ങളും ഡ്രസ്സ് ഇടണേ, എനിക്ക് കഴിയാത്തൊരു കാര്യമുണ്ട്. എൻ്റെ കാലുമത്തെ നഖം മാത്രം ഒരാൾ വെട്ടിത്തരണം. മറ്റുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും. അതല്ല, ഇപ്പൊ ആദ്യം ഇങ്ങനെ എല്ല് പൊട്ടിയിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, പിന്നെ എങ്ങനെ ഇപ്പൊ ഇത് ചെയ്യാൻ പറ്റുന്ന സ്ഥിതിക്കായത്? അതെങ്ങനെയാ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ജനിച്ച് ഒരു വയസ്സിൻ്റെ ഉള്ളിലാണ് എനിക്ക് എല്ല് പൊട്ടൽ. എൻ്റെ സത്യം പറഞ്ഞാൽ ഉമ്മ എന്നെ എല്ല് പൊട്ടുമെന്ന് പേടിച്ചിട്ട് ഒന്ന് ഇരുത്തി വെക്കിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഇന്നും എൻ്റെ വീഡിയോ കാണുന്നവർ എന്നോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങളെന്താ ഇരിക്കാത്തത്? നിങ്ങൾക്കൊരു വീൽ ചെയർ ഇട്ട് ഇരുന്നൂടെ? നിങ്ങൾക്ക് ഇരുന്ന് കണ്ട് ഭക്ഷണം കഴിച്ചൂടെ? അപ്പോൾ അതിനുള്ളൊരു ഉത്തരം കൂടിയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്താണ് നമ്മളെ വിഷമമെന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇരുന്നാൽ ഒരു 5 മിനിറ്റിൻ്റെ അപ്പുറം എനിക്ക് വീൽ ചെയറിൽ ഇരിക്കാൻ പറ്റൂല. അതിനുള്ളൊരു കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞല്ലോ നേരത്തെ, എൻ്റെ ഉമ്മ എന്നെ ഇരുത്താനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ശ്രമിച്ചില്ല, എൻ്റെ എല്ല് പൊട്ടും എന്നുള്ള പേടിയെടുക്കാനെ. അങ്ങനെ ആയതുകൊണ്ട് ഒരു പ്രശ്നം പറ്റിയെന്താ വെച്ചാൽ എൻ്റെ കഴുത്ത് ഉറച്ചില്ല. എൻ്റെ കഴുത്ത് ഇപ്പോഴും ഉറച്ചിട്ടില്ല. അപ്പോൾ ഒരു താങ്ങ് ഇവിടെ ഉണ്ടെങ്കിൽ
എനിക്കിങ്ങനെ ഇരിക്കാൻ കഴിയും. എനിക്ക് കൂടുതൽ പൊന്തി ഇരുന്നാൽ എനിക്ക് കൗത്ത് ഇവിടെ വെയിറ്റ് കാരണം കഴിയൂല. എൻ്റെ ഊര വേദനവും പുറം വേദനവും എനിക്ക് ഇരിക്കാൻ കഴിയൂല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ ചെരിഞ്ഞെടുക്കുമ്പോൾ ഈ സൈഡിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ ഇങ്ങനെ വാരി തിന്നാം. പക്ഷെ ഞാൻ ഇരുന്നാൽ എൻ്റെ കൈ ഇങ്ങനെയൊക്കെ വെക്കാൻ വയ്യ. ഇങ്ങനെ വെക്കുമ്പോൾ എനിക്കിങ്ങനെ കണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയൂല, വാരി തിന്നാൻ കഴിക്കൂല. പിന്നെ ഇങ്ങനെ കിടന്ന് ശീലമായ തന്നെ എനിക്ക് ഭക്ഷണം ഇറങ്ങുമ്പോൾ സത്യം കാണുന്നവർക്ക് ഞാൻ കിടക്കുമ്പോൾ തരിപ്പ് പോകുന്നാണ് പറഞ്ഞത്. പക്ഷെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തരിപ്പ് പോണത്. ഇരിക്കുമ്പോൾ ശീലയ്യ, ഇരുന്ന് കഴിച്ച് ശീലയ്യാത്തതുകൊണ്ട് തരിപ്പ് പോവുക. പിന്നെ ഇന്നിപ്പോൾ ഈ അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ അസുഖങ്ങൾക്കും ചികിത്സ ഉണ്ടായിരുന്നില്ല. അന്ന് അസുഖങ്ങൾക്ക് പല ചികിത്സകൾ പറയുമ്പോഴും ആരും ചികിത്സ ഇല്ല, ഇങ്ങനത്തെ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഇതിനൊരു ചികിത്സ ഉണ്ടെന്ന് വെച്ചാൽ മണിപ്പാൽ ഹോസ്പിറ്റലിൽ ഇതിൻ്റെ എല്ലുകൾ മൊത്തം പൊടിച്ചിട്ട് ഫുള്ള് കമ്പി ഇട്ട് തരും. എല്ല് മൊത്തം പൊടിച്ചിട്ട് കമ്പിയാക്കി തരും. പക്ഷേ അത് ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത്, നിങ്ങളൊക്കെ അറിയാം, ജംസീർ കൈനിക്കര പറഞ്ഞ പാട്ടുകാരനുണ്ട്, അവൻ്റെ എല്ലാ സുഹൃത്താണ്. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ച് എന്താ, അപ്പോൾ അവൻ്റെ ഒരു കാലം അങ്ങനെ ആക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാലും നടക്കുന്ന എഗ്രിമെൻ്റ് പോലും തരില്ല, ഉറപ്പ് പറയില്ല. പക്ഷെ അങ്ങനെ ആക്കിയാൽ ആ എല്ല് പൊട്ടിച്ചാലും നമ്മൾ മരണത്തിന് തുല്യമുള്ള അതേ മരിക്കുള്ള വേദന നമ്മൾ സഹിക്കണം. ആ വേദന സഹിച്ചാൽ പിന്നെ ഈ ഉള്ള ചെയ്യാൻ കൂടി കഴിയാൻ പറ്റാത്ത അവസ്ഥ ആയാൽ അതും പിന്നെ മറ്റുള്ള ഒരാൾ നമ്മളെ നോക്കേണ്ട അവസ്ഥയാവും. ഇന്ന് നമ്മൾക്ക് എവിടെ ആയാലും നമ്മളെ മലമൂത്ര കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. അത് മരണം വരെ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ അതിനൊരു കോട്ടം പറ്റാതെ മരണം വരെ ഇങ്ങനെ മുന്നോട്ട് പോവുക. ഈ പണ്ട് മുതൽ ഇപ്പൊ കുറെ വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടാവില്ല പണ്ട് മുതലേ. അതെ. അപ്പൊ അത് അല്ലാതെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറെ വെല്ലുവിളികൾ അങ്ങനെ രണ്ട് തരത്തിലാണല്ലോ ഉണ്ടായിരിക്കുക. അപ്പൊ അത് എന്തൊക്കെയാണ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ? അന്നത്തെ വെല്ലുവിളികൾ പറഞ്ഞാല് അന്ന് നമുക്ക് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഫേസ് ചെയ്യരുത്. അതായത് ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ എല്ല് പൊട്ടുന്ന വേദന മാത്രമല്ലായിരുന്നു. മറ്റുള്ളവർ കാണുമ്പോൾ ഒരു കല്യാണത്തിന് പോകണ്ടെങ്കിൽ അവിടെയുള്ള സകല പ്രായമുള്ള ആളുകളും ഞങ്ങളെ കാണും, ഇങ്ങനെ നോക്കിയിരിക്കുക. എന്നിട്ട് ഈ ഒരു കൈ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിച്ചിട്ട് പഠിച്ചവന് എന്താണ് ഇവരൊക്കെ ഒരു അവസ്ഥ, ഇവരെന്ത് തെറ്റാണ് ഇങ്ങനെ, ഇവിടെ മാതാപിതാക്കളൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതോ ഇവർ മക്കളിങ്ങനെ ആയിട്ടുണ്ടാവുക, രണ്ടെണ്ണമാണല്ലോ കിടക്കണത്. അടക്കിടക്കാണ്ട് ഓരോരുത്തർക്കൊരു കാഴ്ച വസ്തു ആയിട്ടാണ് നമ്മൾ നിന്നത്. അത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെ മനസ്സും ടെൻഷനായി പോവും, വിഷമമായി പോവും, എന്തിനാ പഠിച്ചവനെ നമ്മളിങ്ങനെ ആക്കിയതെന്ന്. പക്ഷേ അന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങളെ ഫാമിലിയിലെ കല്യാണങ്ങളോ കാര്യങ്ങൾക്കൊന്നും ഈ ഒരൊറ്റ കാര്യം കൊണ്ട് എൻ്റെ ഉമ്മ പോവില്ല. എൻ്റെ ഉമ്മ ഞങ്ങളെ കൂടെ തന്നെ നിന്ന് ഫാമിലിയിൽ എന്ത് പരിപാടി കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും ഉമ്മ പോവില്ല, ഞങ്ങളെ കൂടെ നിൽക്കും. അതുപോലെ തന്നെ രാത്രി ഇതേമാതിരിക്ക് ഉറക്കമില്ലാതെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഉമ്മ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മോട്ടിവേഷനാണ് എൻ്റെ ഉമ്മ. അങ്ങനെ പിന്നെ എൻ്റെ ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു പറഞ്ഞാൽ ഒരു പുറത്തേക്ക് ഞങ്ങൾ ഫാമിലി താര് കല്യാണത്തിന് പോകണ്ടെങ്കിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഉമ്മറെ കുട്ടികളെ തരിക, ഞാൻ ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഞങ്ങളെ കൂടെ നിന്ന്. അങ്ങനെ പിന്നെ കഴിഞ്ഞതിൻ്റെ ശേഷം ഉമ്മ മരിച്ചതിൻ്റെ ശേഷമാണ് എനിക്ക് ആരും ഇല്ലാന്നൊരു തോന്നൽ എനിക്ക് തോന്നിയത്. അന്ന് മുതൽ ഞാൻ ഇങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് പഠിച്ചാൻ തുടങ്ങി. ഇപ്പോൾ എല്ല് പൊട്ടുന്ന കാര്യം പറഞ്ഞല്ലോ, അതൊരു പ്രായമായൊക്കെ ഒരു 10-15 വയസ്സായൊക്കെ പിന്നെ എല്ല് പൊട്ടൽ താനെ നിന്ന്. അത് എൻ്റെ ഉമ്മ മരിച്ചതിൻ്റെ ശേഷം തന്നെ നിന്ന് അറിയാം. അങ്ങനെ ഇപ്പോൾ 16 വർഷമായി ഉമ്മ മരിച്ചിട്ട്. അങ്ങനെ 16 വർഷമായി ഉമ്മ മരിച്ചിട്ട്. അങ്ങനെ ഉമ്മ മരിക്കണതിൻ്റെ മുന്നേ ഉമ്മക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഒന്ന് ഹജ്ജിന് പോകണമെന്ന്. ഹജ്ജിന് പോകണം എന്നുള്ള ആഗ്രഹം പറഞ്ഞൊക്കെ ഞങ്ങൾ അയക്കാൻ തന്നെ പറഞ്ഞു, ഉമ്മ ഞങ്ങൾക്ക് ബാത്റൂം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ബാത്റൂം ഞങ്ങളെ പ്ലാനിങ്ങിൽ നിങ്ങൾ ഉണ്ടാക്കി തരാൻ പറ്റുമോ, എന്നാൽ പോവാറ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ അതേ രേഖയിൽ ടോയ്ലറ്റും അതുപോലെ തന്നെ ക്ലോസറ്റും പിന്നെ പൈപ്പും കാര്യങ്ങളൊക്കെ നിലത്ത് വെച്ച് കണ്ട് തന്നെ ആ രൂപത്തിൽ ഞങ്ങൾ ബാത്റൂമിൽ ചെയ്തു തന്നെ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് എൻ്റെ റൂമിൻ്റെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കണ്ടാൽ അറിയാം. അതേമാതിരിക്ക് നിലത്തുള്ള സജ്ജീകരണങ്ങൾ കാര്യങ്ങളൊക്കെ ആക്കി ചെയ്തെന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിച്ചു. പിന്നെ ഉമ്മാനോട് പോകുമ്പോൾ നിങ്ങൾ സമാധാനത്തോടെ പോയിക്കോളി, നിങ്ങൾ ഹജ്ജൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഉഷാറായിട്ട് വരാറ്. അങ്ങനെ എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും ഹജ്ജിന് പോയി.
ഹജ്ജിന് പോയി വന്നതിന് ശേഷം പിന്നെ 2 മാസം ഉമ്മ ഞങ്ങളെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഉമ്മ അന്നേക്ക് ഉമ്മാനോട് ഞങ്ങൾ പറഞ്ഞു, ഉമ്മ നിങ്ങൾ ഒരിക്കലും കഷ്ടപ്പെടണ്ട, ഞങ്ങളെ ഒരിക്കലും ശല്യപ്പെടുത്തൂല, രാത്രി ഉറക്കത്തുനിന്ന് വിളിക്കൂല, ഞങ്ങളെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിച്ചത്. അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിച്ചു പറഞ്ഞു. അങ്ങനെ പിന്നെ 1 മാസമായപ്പോഴത്തേന് ഉമ്മാക്ക് ചുമ നിൽക്കണില്ല, ചുമ നിൽക്കാതായി, ഭയങ്കര പ്രശ്നമായി. അങ്ങനെ ഉമ്മാനെ ഇവിടെ കോട്ടക്കലൊരു ഹോസ്പിറ്റലിൽ കാണിച്ചേക്കാൻ ഡോക്ടർ ഉമ്മാനോട് നേരിട്ടിട്ടുണ്ട് പറഞ്ഞ്, നിങ്ങൾ 2 കിഡ്നി പൊയ്ക്കണാറ്, ഒന്നിക്കലും ഡയാലിസിസ് ചെയ്യുക അല്ലെങ്കിൽ കിഡ്നി മാറ്റി വയ്ക്കുക വയ്യുള്ളൂ പറഞ്ഞു. ഇതാണ്ട് കേട്ടൊക്കെ ഉമ്മക്ക് മാനസികമായി. ഉമ്മ പറഞ്ഞ് എൻ്റെ 2 കുട്ടിക്ക് ആരുമില്ലല്ലോ, എൻ്റെ കുട്ടികൾ യത്തീമായല്ലോ, എൻ്റെ കുട്ടികളെ ഞാനാ നോക്കുക പറഞ്ഞു. ആ ഒരു കരച്ചിലായി. പിന്നെ തൃശ്ശൂർ ജൂബിലി കൊണ്ടുപോയിട്ട് ഡയാലിസിസ് ചെയ്യുന്നു എൻ്റെ ഉമ്മാനെ. അങ്ങനെ ഡയാലിസിസ് ചെയ്യുമ്പോൾ എന്താണ് അങ്ങോട്ട് ആഴ്ചയിൽ ഡയാലിസിസ് ഉണ്ടാവും. ആ ആഴ്ചയിൽ ഡയാലിസിന് കൊണ്ടുപോകുമ്പോൾ ഒരു ദിവസം വണ്ടി ആക്സിഡൻ്റ് ആയി. ഞങ്ങൾ പോണ വണ്ടി ആക്സിഡൻ്റ് ആയി. അതിൽ ഉമ്മാൻ്റെ കയ്യിൻ്റെ എല്ലും പൊട്ടി. അങ്ങനെ അവിടെ വന്ന് വീട്ടിലിരുന്ന് ഒരാഴ്ച ആയപ്പോഴത്തേന് അടുത്ത ഡയാലിസിന് കൊണ്ടുപോകണ 2 ദിവസം മുന്നായിട്ട് റജബ് 27 നമുക്കൊരു നോമ്പുണ്ട്. ആ റജബ് 27 നോമ്പ് പറഞ്ഞിട്ട് എല്ലാവരും നോമ്പ് പറഞ്ഞിട്ട് പിന്നെ ഉമ്മാൻ്റെ അടുത്ത് കൊണ്ട് വന്നതാണ്. അപ്പം ഉമ്മ ഞങ്ങളൊക്കെ ആ റൂമിലുണ്ട്, ഞാനും എൻ്റെ വയ്യാത്ത പെങ്ങളും ആ റൂമിലുണ്ട്. അപ്പോൾ എന്താണ് മറ്റുള്ളവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഉമ്മക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഉമ്മ കണ്ണൊക്കെ അടച്ച് കിടക്കുന്നുണ്ട്. അപ്പം ഉമ്മ തൊട്ടേക്ക് മരിച്ചേക്കണം. ഉമ്മ മരിച്ചതിന് ശേഷം കുറച്ചുകൂടെ ലൈക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാനൊക്കെ കാരണക്കാരിയായതും അത് തന്നെയായിരിക്കും. അതെ, കാരണം ഉമ്മ കുറേ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് തോന്നി നമ്മൾ ഉമ്മാനെ കഷ്ടപ്പെടുത്തിയായിരിക്കും മറ്റുള്ളവരെ കഷ്ടപ്പെടുത്താൻ നമുക്ക് പറ്റൂല. കാരണം നമുക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തുന്നതും നമ്മളെ ഉമ്മയാണ്, മാതാവിനെ അത്ര കഷ്ടപ്പെടാൻ മറ്റൊരാൾക്കും കഴിയൂല. അപ്പം നമ്മൾ തോന്നി ഇനി മുതൽ ഞാൻ ജീവിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് തന്നെ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മരിക്കാന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മാക്കൊരു ആങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഇതേമാതിരിക്ക് ഇപ്പൊക്കെ ജീവിക്കാൻ ഏറ്റവും മോട്ടിവേഷൻ തന്നൊരാളാണ് എൻ്റെ അമ്മാവൻ സെയ്ദലി വ്യാക്കാർ, ഉമ്മാൻ്റെ ഒരു ആങ്ങളാണ്. അപ്പോൾ അവരാണ് എന്നെ ആണ്ട് കൊണ്ടുപോയത്. അവർ ഉമ്മാൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി, എന്നെ കുറേ നോക്കി, എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. അങ്ങനെ അവിടെ അമ്മൻ്റെ കൂടെ ഇരുന്ന് ഞാൻ കുറേ കാലം. താത്താനെയും കൊണ്ടുപോയി അങ്ങോട്ട്? ഇല്ല, താത്ത വീട്ടിൽ തന്നെ ആയിരുന്നു, പെങ്ങൾ വീട്ടിൽ തന്നെ ആയിരുന്നു. അങ്ങനെ 1 വർഷമായപ്പോഴത്തേന് പെങ്ങൾക്ക് ശ്വാസം മുട്ടലായി, പെങ്ങൾ മരിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേന് മരിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് കൊടുത്ത് വീട്ടിൽ തന്നെ കൊണ്ടുപോയി കുളി അറിഞ്ഞു. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി രാത്രി ആയപ്പോഴത്തേന് ഇതുമായി ബന്ധപ്പെട്ട അസുഖമൊന്നും അല്ലല്ലോ? അല്ലല്ല, അതേ മറ്റുള്ള അസുഖമല്ല, ശ്വാസം മുട്ടൽ ന്യൂമോണിയ വന്നിട്ടായിരുന്നു മരിച്ചത്. അങ്ങനെ വീട്ടിൽ വന്ന് മരിച്ചു. പിന്നെ ഞാൻ ഒറ്റക്കായി, വീട്ടിലാകെ ബോറായി, വർത്താനം പറയാനും ഇതൊന്നുമില്ല. അന്ന് ഈ മൊബൈലൊന്നും ഇല്ല അന്നത്തെ കാലത്ത്. അന്ന് മൊബൈൽ ഉണ്ടായിരുന്ന മറ്റേ ടോർച്ച് സെറ്റ് നോക്കിയൻ്റെ ഒക്കെ ചെറിയ സ്വിച്ച് ഫോണ്, അതിൽ മെമ്മറി കാർഡൊക്കെ ഇട്ടിട്ട് നമ്മൾ പാട്ടൊക്കെ കേൾക്കും. അങ്ങനെ നന്നായിട്ട് സംഗീതം ആസ്വദിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ വീട്ടിലിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നേരം പോകില്ല, വീട്ടിൽ ബോറടിച്ചിരിക്കും. അന്ന് നമ്മൾക്കൊരു എന്താ ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു ഈ പാട്ടുകൾ. അപ്പോൾ ഇന്ന് നമുക്ക് എത്ര വേദന സഹിച്ചാലും ആ പഴയ കാലത്തിൻ്റെ ഒരു ഭംഗി ഇപ്പോഴും ഇല്ല. നൊസ്റ്റാൾജി ചെയ്യുക, 1990 ജനിച്ചവർക്കൊരു നൊസ്റ്റാൾജി ഉണ്ട്. ആ ഒരു കാലഘട്ടം ഇപ്പോൾ നഷ്ടപ്പെട്ടാലും ഏത് വേദന സഹിച്ചാലും ആ സുന്ദരമായ കാലഘട്ടം ഇപ്പം നമുക്ക് വല്ലാതെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിപ്പോൾ ചില മാപ്പിളപ്പാട്ടത്തെ അതായത് പഴയ കാലത്തെ പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ പഴയ കാലത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചു പോകും. നിങ്ങളൊരു ബ്ലോഗർ ആണല്ലോ, ഒരു ഇൻഫ്ലുവൻസർ ആണല്ലോ. അതെ. അപ്പൊ എങ്ങനെ അതിക്ക് വന്നത് പറഞ്ഞാൽ അതിന് മുമ്പേ എൻ്റെ ലൈഫ് പറയാം. എൻ്റെ ലൈഫ് പറഞ്ഞാൽ ഈ അമ്മോൻ്റെ വീട്ടിലായിരുന്നു. ഞാൻ പറഞ്ഞു അമ്മോൻ്റെ വീട്ടിലായി ഇങ്ങനെ അവിടെ നിൽക്കേണ്ട ഇടയിൽ കൂടിയാണ്. ഇടയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിൽ വരും, കുറച്ച് ദിവസം നിൽക്കും, പിന്നെ അമ്മോൻ്റെ വീട്ടിൽ പോകും. അതിൻ്റെ ഇടയിലാണ് എനിക്ക് ഇങ്ങനെ ഞാൻ എൻ്റെ കല്യാണം നോക്കാൻ ഒരാൾ മരിക്കണ നേരത്ത് ഒരു ഗ്ലാസ് വെള്ളം തരാൻ ഒരാൾ വേണമെന്ന് ഫാമിലി എല്ലാവരും അഭിപ്രായപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഒരു മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തു. കുറേ മെസ്സേജുകൾ ഇങ്ങനെ വന്നു. അങ്ങനെ കുറേ മെസ്സേജുകൾ വന്നു. അപ്പോൾ അവർക്ക് സംസാരിക്കുമ്പോൾ താല്പര്യം നടക്കാൻ കഴിയാത്ത ഒരാളാകുമ്പോൾ താല്പര്യം. അതിൻ്റെ ഇടയിൽ തന്നെ ചാവക്കാട്ടിൽ നിന്ന് ജസീല പറഞ്ഞൊരു കുട്ടി എന്നിട്ട് കോണ്ടാക്ട് ചെയ്തത്.
ഫസ്റ്റ് നല്ല ഫ്രണ്ട്സായി മാറി, നല്ല ഫ്രണ്ട്സായി, നല്ല പരിചയമായി. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഓൾക്ക് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ കുറേ നിരസിച്ച്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഓൾ ലാബ് ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യുന്നത്. ഇങ്ങനെ എനിക്ക് നല്ലൊരാളെ കിട്ടുമോ, എൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഒക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അവസ്ഥ എങ്ങനെയാണ് അങ്ങനെ കാര്യം പറഞ്ഞേക്ക്. ഓൾക്ക് എന്നോടൊരു ഉത്തരം പറഞ്ഞു, നടക്കാൻ കഴിയുന്നവരൊന്ന് വീണാൽ പോയി മനുഷ്യൻ്റെ കാര്യം, എനിക്കതൊന്നും കുഴപ്പമില്ല, നിങ്ങളെ കൂടെ ജീവിക്കാൻ റെഡിയാണ് പറഞ്ഞു. അങ്ങനെ കുറേ പ്രണയത്തിനൊടുവിൽ 1 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ ഞാൻ അവളെ എൻ്റെ ഫാമിലീൻ്റെ സമ്മതത്തോടു കൂടെ അവളെ എനിക്ക് കല്യാണം കഴിച്ചു തന്നെ. അല്ല, വീട്ടില് പ്രശ്നമൊക്കെ ഉണ്ടായോ ആദ്യം? വീട്ടിലൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെയാ? അവളെ വീട്ടില്. എൻ്റെ വീട്ടിൽ ഫുള്ള് ഓക്കെ ആയിരുന്നു. അവളെ വീട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കണില്ല. കാരണം അതെ, കാരണം ഇപ്പൊ 2 കൂട്ടരും അല്ലെന്തെല്ലാം സന്തോഷമായിട്ടാണ് പോണത്. അപ്പോൾ പിന്നെ നമുക്ക് അവരെ കൂടി വിഷമപ്പെടുത്തണ്ടല്ലോ. അപ്പോൾ എന്താണ്, അങ്ങനെ കുറച്ച് ഓളെ വീട്ടുകാർ സമ്മതിച്ചു. അങ്ങനെ കൊറോണ ടൈമിലായിരുന്നു കല്യാണം. ആരും വിളിക്കാൻ പറ്റിയില്ല. 2019 2020 ജൂണിലാണ് കല്യാണം കഴിഞ്ഞത്. 2020 ജൂൺ 13 നിക്കാഹ് കഴിഞ്ഞു. അന്ന് ആണുങ്ങൾ മാത്രം 10-20 ആൾക്കാർ മാത്രം പങ്കെടുത്തു. പിന്നെ ജൂൺ 15 ഇങ്ങോട്ട് കൊടുന്നു. നിക്കാഹ് ചെയ്തിട്ട് പെണ്ണുങ്ങൾ പോയി കൊണ്ട് കൊടുന്നു. അങ്ങനെ ആയിരുന്നു കല്യാണം. അങ്ങനെ അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഇപ്പോൾ, അതിന് മുന്നേ എനിക്കൊരു വരുമാനം, എനിക്ക് പെൻഷൻ കിട്ടുന്ന ഇത് മാത്രമുള്ളായിരുന്നു. പിന്നെ ഞാൻ വലിയ ഇലക്ഷനാകുമ്പോൾ ചെറുതായിട്ട് പാട്ടൊക്കെ എഴുതി കൊടുക്കും, അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടിയൊക്കെ മാത്രമുള്ളായിരുന്നു. അങ്ങനെ ഇവൾ വന്നതിൻ്റെ ശേഷമാണ് അങ്ങനെ ലാബിൻ്റെ വർക്ക് ഓടിയും ജോലി ഓടിയും കിട്ടണില്ല കുറേ ടൈമിലാകുമ്പോൾ. അപ്പോൾ ഞങ്ങൾ കേക്കിൻ്റെ ബിസിനസ് തുടങ്ങാൻ വിചാരിച്ച്. ഹോം മെയ്ഡ് കേക്കുകൾ ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ തുടങ്ങി. ആ ടൈമിലാണ് ഫൈസൽ വ്ളോഗർ പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ വ്ളോഗർ വന്നിക്കണ്ട് എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്ത്, എൻ്റെ വൈഫിനും കേക്കിൻ്റെ പരസ്യമൊക്കെ ചെയ്തിട്ടാണ് ഇൻ്റർവ്യൂ എടുത്തു. അത് നല്ല വ്യൂസായി പോയി. അങ്ങനെ ആളുകളുടെ ഇടയിൽ സോലിവള ചിരി പറഞ്ഞ ഒരാളെ അറിഞ്ഞു. പിന്നെ എൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു KT ജലീൽ, MLA KT ജലീൽ. അവിടെ വളാഞ്ചേരിയാണ്. അങ്ങനെ മൂപ്പരായിട്ട് എല്ലാ പരിചയം ഉണ്ടായിരുന്നു അതിൻ്റെ മുന്നേ തന്നെ. മൂപ്പരെ വീട്ടിൽ വിളിച്ചു കല്യാണം കഴിഞ്ഞൊക്കെ. കല്യാണത്തിന് ഞാൻ വിളിച്ചിരുന്നു, അന്ന് ഒരിക്കൽ വരാൻ പറ്റിയില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞ് അവർ വീട്ടിൽ പോയേക്ക് മൂപ്പര് ഞങ്ങൾ 2 ആൾ ഇടയിൽ നിൽക്കണ്ട് ഫോട്ടോ എടുത്തിട്ട് മൂപ്പര് ഫേസ്ബുക്കിലുണ്ടിട്ട്, ഇവർ നല്ല ഹോം മെയ്ഡ് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്, എനിക്ക് സമ്മാനമായിട്ട് ഇത് കൊടുന്നെന്ന്, കല്യാണത്തിന് വിളിച്ചിരുന്നു എന്നൊക്കെ പറയുന്നത് പോസ്റ്റ് കണ്ടിട്ട് അതും നല്ല വൈറലായി. അങ്ങനെ കണ്ടിട്ട് കുറേ ആൾക്കാർ എന്നെ വിളിച്ചു. അതിൻ്റെ ഇടയിലാണ് കേക്കിൻ്റെ ബിസിനസ്സൊക്കെ തുടങ്ങിയ ഇടയിലാണ് ഒരു 5 മാസം ആയപ്പോഴത്തേന് എൻ്റെ ഫസ്റ്റത്തെ മോളെ ഗർഭിണിയായത് വൈഫ്. അങ്ങനെ ഗർഭിണിയായൊക്കെ പിന്നെ കേക്കിൻ്റെ ബിസിനസ് നിർത്തി അവളെ റെസ്റ്റിലായി. 1 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം പ്രസവിച്ച് വന്നതിൻ്റെ ശേഷം എൻ്റെ കുട്ടീനെ കാണാൻ വന്നതായിരുന്നു സിയാബ്. അല്ല, എൻ്റെ വൈഫിൻ്റെ ഞങ്ങൾ 1ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വന്നതായിരുന്നു സിയാബ് ചോറ്റൂരിയാറ്. സിയാബ് ചോറ്റൂരില്ല, വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വന്നതായിരുന്നു സിയാബ് CP സിയാബ് അറിയും. എന്നെപ്പോലെ നടക്കാൻ കഴിയാത്തൊരു വ്ളോഗറുണ്ട് മലപ്പുറമുള്ള. ഓൻ്റെ നല്ല സുഹൃത്താണ്. ഓൻ വന്നേക്കെ ഞങ്ങളൊരു വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ ഓൻ എന്നോട് പറഞ്ഞാൽ എനിക്കിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ, വ്ളോഗായിട്ട് തുടങ്ങിക്കൂടെ, കുഴപ്പമൊന്നുമില്ല, നല്ല പരിപാടിയാണൊക്കെ പറഞ്ഞിട്ട് അതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തന്നെ, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ. അങ്ങനെ ഞാൻ യൂട്യൂബിൽ കയറി എല്ലാം പഠിച്ചു. അങ്ങനെ പിന്നെ വൈഫ് പ്രസവം കഴിഞ്ഞ് വന്നു. അന്ന് ഗർഭിണി കഴിക്കുന്ന ടൈമിലാണ് ഇത് 1 വർഷമായ വെഡ്ഡിങ് ആനിവേഴ്സറി പരിപാടി ഉണ്ടായത്. അങ്ങനെ കഴിഞ്ഞ് ഓൾ പ്രസവം കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ കുട്ടി ഒരു 6 മാസമായതിൻ്റെ ശേഷം ഞങ്ങൾ വീഡിയോ ചെയ്യാൻ തുടങ്ങി. ആദ്യമായിട്ട് ഒരു വ്ളോഗായിട്ട് വ്ളോഗർ ഞങ്ങൾ ഇതിലേക്ക് മാറി. അതിൻ്റെ ഇടയിൽ കൂടി കുഞ്ഞോമ്പാണ്ടിക്കാടിൻ്റെ വീട്ടിലൊന്ന് പോയി, അവനൊരു വ്ളോഗ് എടുത്ത്. പിന്നെ അവിടെ നിന്നുണ്ട് നെല്ലറ സംസൂക്ക കുറേ ആൾക്കാർ വന്ന് വീഡിയോ എടുത്ത്. അങ്ങനെ ഞങ്ങളെ യൂട്യൂബ് ചാനലും വൈറലായി. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞങ്ങളെ യൂട്യൂബ് ചാനൽ പെട്ടെന്ന് പെട്ടെന്ന് വ്യൂസ് കയറാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഇന്നും എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ കുറേ കാലം 4 ചുമരിൻ്റെ ഉള്ളിൽ കിടക്കുകയായിരുന്നത്. 4 ചുമരിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ എനിക്ക് പുറത്തേക്ക് ഇറങ്ങിയൊക്കെ പിന്നെ ഔത്തേക്ക് കയറാൻ പറ്റില്ല. യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക്. യാത്ര ഇങ്ങനെ നന്നായി ചെയ്യുമ്പോൾ എനിക്ക് ഓരോ കാഴ്ചകളും ഭയങ്കര ഇഷ്ടമാണ്. കടലും എല്ലാം നല്ല രസമുള്ള കാഴ്ചകൾ കാണുമ്പോൾ എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ അതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു
മല്ലു ട്രാവലർ പറഞ്ഞ യൂട്യൂബ് ബ്ലോഗർ, മൂപ്പര് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നിരന്തരമായിട്ടും അവരോടെ പോണ സ്ഥാപനം അവരായിട്ട് കൊണ്ട് ചെയ്യും, എനിക്ക് അവരെ കാണണമെന്ന് പറയും. അങ്ങനെ കുറേ മെസ്സേജ് അയച്ചു. അങ്ങനെ ഒരു ദിവസം അവർ സുഹൃത്ത് എന്നോട് നിങ്ങളെ ലൊക്കേഷന് ഒന്ന് അയച്ചു തരുമോ, ഒരു ദിവസം ആണ്ട് വരാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ആണ്ട് വരാറുണ്ട്. അങ്ങനെ ഒരു ദിവസം എൻ്റെ വീട്ടിൽ മൂപ്പര് എന്നോട് കൂടി പറയാതെ ഞാൻ രാത്രി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഷർട്ടൊക്കെ ഊരി കിടന്നേക്കണം. അപ്പോൾ കിടന്നൊക്കെ വൈഫ് ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് റൂമിൽ കയറുമ്പോൾ പുറത്തേക്കൊക്കെ ഒരു ചുവന്ന വണ്ടി ഞങ്ങളെ മുറ്റത്ത്, അവന് മല്ലു ട്രാവലിൻ്റെ അടുത്തൊരു ഗോൾഡ് വിങ് പറഞ്ഞ ചുവന്ന വണ്ടി ഉണ്ടായിരുന്നു, അതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ വൈഫ് പറഞ്ഞു മല്ലു ട്രാവലർ തോണ്ടൊരു ചുവപ്പ് വണ്ടി അതാണ് ബൈക്കൊക്കെ. ഞാൻ പറഞ്ഞു നോണറിയില്ല ഇയാൾ. അങ്ങനെ വന്ന് പോയി നോക്കുമ്പോൾ അവനാണ് വന്നിക്കണേ. സോലിയുടെ ഇറക്കണ്ട് വന്നിട്ടുണ്ട്. അത് എനിക്ക് വലിയ സന്തോഷമായി. അപ്പോൾ ആ ബൈക്ക് കണ്ടിട്ട്, ഗോൾഡ് വിങ് പറഞ്ഞ ബൈക്ക് കണ്ടിട്ട് എൻ്റെ നാട്ടിലുള്ള സകല ആണുങ്ങളും ചെക്കന്മാർ മൊത്തം അവൻ്റെ പിന്നാലെ എൻ്റെ വീട് മുറ്റത്തെത്തിക്കണം. ഒരു പഠനം ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ. അതിൽ എൻ്റെ ഒറ്റ സുഹൃത്തുണ്ട്, അനസ് ഓഗി എന്നൊക്കെ പറയും. ഇവിടെ ഓഗി സ്ഥാപനം നടത്തുന്ന ആളാണ്. ഓൻ്റെ സുഹൃത്തുക്കൾ കുറേ ആൾക്കാർ നിറഞ്ഞ് ഞങ്ങളെ വീടിൻ്റെ മുറ്റത്ത്. അപ്പോഴത്തേന് ഇപ്പം വന്ന് ഇവനെ വ്ളോഗൊക്കെ എടുത്ത് അന്ന് എന്നെ കുറിച്ച് കണ്ട് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ മല്ലു ട്രാവലർ വന്ന് അങ്ങനെ എൻ്റെ വീട്ടിൽ വന്ന് കുറേ സംസാരിച്ചു. അങ്ങനെ എന്നെ കുറിച്ചിട്ടും എൻ്റെ വൈഫിനെ എൻ്റെ കുട്ടീനെ കാണിച്ചിട്ടൊരു വ്ളോഗ് ചെയ്തു. അപ്പം അതിലും പറഞ്ഞു സ്വാലി വളാഞ്ചേരി പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിൽ എനിക്ക് 28,000 30,000 ഫോളോവേഴ്സ് 1,00,000 കയറി. 1,00,000 അങ്ങനെ കയറി. പിന്നെ അങ്ങനെ പോയി. അപ്പോൾ അന്നൊക്കെ കുറേ ഫ്രണ്ട്സുകളെ കിട്ടി. അതിന്നൊക്കെ കുറേ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, കുറേ ആൾക്കാരെ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പുറത്ത് പോകും. അങ്ങനെ ഫ്രണ്ട്സുകളുടെ കൂടെ പുറത്ത് പോകും, നല്ല യാത്രകൾ എൻജോയ് ചെയ്യും. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഞാനും വൈഫ് കുറേ സ്ഥലത്ത് അങ്ങനെ പോയി. അങ്ങനെ കുറേ ഫ്രണ്ട്സുകളെ കിട്ടിയിട്ടുണ്ട്. പലരും സ്പോൺസറായിട്ടൊക്കെ ഞങ്ങൾ പല സ്ഥലത്തൊക്കെ കൊണ്ടുപോകും. അങ്ങനെയാണ് ഞാൻ എന്നൊരു പരിചയപ്പെട്ട ഒരാൾ, ഒരു മലപ്പുറം വെച്ചിട്ട് ഒരാളെ പരിചയപ്പെട്ട്, മൂസാക്കാരൻ ഒരാൾ. മൂപ്പര് എന്നെ ആദ്യമായിട്ട് എൻ്റെ വൈഫിനെ, കുട്ടീനെ, വൈഫിൻ്റെ ഉമ്മാനെ, പിന്നെ എൻ്റെ സുഹൃത്തിന്, ഞങ്ങളൊക്കെ ഇവിടെ സൗദിക്ക് ഉംറക്ക് ഉണ്ടായി. ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര നല്ല പേടി ഉണ്ടായിരുന്നു കയറുമ്പോഴൊക്കെ ഫ്ലൈറ്റിൽ. നന്നായില്ലേ? അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ ചെറുപ്പം മുതലേ നമ്മൾ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് മക്കയും മദീനയും കാണുകയെന്ന്. നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന മക്കയും മദീനയും കാണുക, ഉംറക്ക് പോകാമെന്ന്. അപ്പോൾ ആ ഒരു ഭാഗ്യം എന്നെ തേടിയെത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ആ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയതും, പിന്നെ എൻ്റെ ഉമ്മ മരിക്കുന്നതിൻ്റെ മുന്നേ തന്നെ പറഞ്ഞിരുന്നു എൻ്റെ കുട്ടിയേക്ക് ഞാൻ ആരാ ഉള്ളത്, എൻ്റെ കുട്ടിയേക്കുള്ള ഒരാൾ ആരാ ഉള്ളതെന്ന്. ആ ഒരു പ്രാർത്ഥന എൻ്റെ മരണം വരെ നോക്കാനും എനിക്ക് ഇങ്ങനത്തെ ഭാഗ്യങ്ങൾ എന്നെ തേടി വരാൻ എനിക്കൊരു കാരണം ഇന്നെൻ്റെ ജീവിതത്തിലേക്ക് വന്ന എൻ്റെ ബീവിയാണ്, എൻ്റെ വൈഫ് ജസീല. എന്തായാലും അവളെ വിളിക്കല്ലോ നമുക്ക്. ജസിയ വായോ, ഇതാണ് എൻ്റെ ഭാര്യ ജസീല. എന്തൊക്കെയുണ്ട്? സുഖം. കാക്ക കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ കാക്കാനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ആദ്യം എന്താ പറയാനുള്ളത്? കാനെ പറ്റിയിട്ടൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ പറയാറൊന്നുമില്ല. കട കൂടെ ജീവിതം തുടങ്ങിയിട്ട് ഇപ്പോൾ 4 വർഷം. 4 വർഷം കഴിഞ്ഞു. 4 വർഷം കഴിഞ്ഞു. വർഷത്തെ കിടക്കണം. സുഖമായിട്ട് ജീവിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. എങ്ങനെ കാക്കാനെ കണ്ടേ? കണ്ടത് മാട്രിമോണി വഴി പരിചയപ്പെട്ടതാണ്. മാരേജിന് ഇക്ക കൊടുത്ത പോലെ ഞാനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഹൈറ്റ് ഇല്ലാത്ത ഇത് കാരണം വെച്ചിട്ട് ഞാനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൂടെ പരിചയപ്പെട്ട് അങ്ങനെ അത് വിവാഹത്തിലെത്തി സന്തോഷമായിട്ട് പോണു. ഇപ്പോൾ എന്താ പറയുക, എല്ലാവരും ഇങ്ങനെ പറയണ്ടാവില്ലേ കുറേ പ്രശ്നങ്ങളൊക്കെ നേരിട്ടുണ്ടല്ലോ, അപ്പോഴും നിങ്ങൾ ഭയങ്കര മനക്കട്ടിയോണ്ടായി എങ്ങനെയാ നേരിട്ടെ? എന്താ നിങ്ങൾക്ക് അപ്പോഴൊക്കെ തോന്നിയ കാര്യം? കല്യാണം ഇപ്പൊ ഞാനിപ്പോ വേറൊരാളെ കല്യാണം കഴിച്ചാലും അയാളും ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ആക്സിഡന്റ്, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതല്ലേ ഓരോ അപകടങ്ങളും കാര്യങ്ങളും, അതുപോലെ ചിലപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് മരിച്ചാലും അല്ലെങ്കിൽ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാലും ഒക്കെ ഒരേപോലെ തന്നെ അല്ലേ. പിന്നെ നമുക്ക് ഇവിടെ ഉള്ളൊരു ജീവിതം ഇങ്ങനെ ഉള്ളത്, നമ്മളിങ്ങനെ മരിച്ചു കഴിഞ്ഞാലെങ്കിൽ ഞങ്ങളുടെ ഇതില് ഇനി അവിടെ ഇങ്ങനൊരു സ്വർഗത്തിലൊരു ജീവിതം കൂടി ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യണമെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്താലല്ലേ നമുക്ക് ആ സ്വർഗം തന്നെ കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു തീരുമാനത്തില് ഞാൻ കല്യാണം കഴിച്ചിരിക്കാന്. ഇക്കാക്കാനായിട്ടുള്ള ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ് എന്താ? ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് എന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ യാത്ര, എനിക്കും ഇഷ്ടമാണ് യാത്ര ചെയ്യാന്, ഇക്കാക്കും ഇഷ്ടമാണ് യാത്ര ചെയ്യാന്. ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കാണാനും അതൊക്കെ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇഷ്ടമാണ് ഇക്കാനായിട്ട്.
രണ്ടാളുടെ ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇപ്പോൾ ഇതല്ലാതെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചോദിച്ചാ നിങ്ങൾക്ക് പറയാം. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം വിഷമം എന്തെങ്കിലും വരുമ്പോഴത്തേന് മറ്റുള്ള ഭാഗത്തിൽ കൂടി ആ വിഷമം എനിക്ക് തീരും. താത്ത ഇപ്പൊ കുറെ കാലമായില്ലേ, ഇപ്പൊ പഠിച്ചതുമായിട്ട് ജോലി ചെയ്യാ അങ്ങനെയുള്ള ഒരു ഡിസിഷന് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഇല്ല നിങ്ങള് ജോലി കുറെ നോക്കി പറഞ്ഞായിരുന്നു. കൊറോണ സമയമായിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് ജോലിയൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ ആ കൊറോണ സമയത്ത് യൂട്യൂബിൽ നോക്കിയിട്ടാണ് കേക്ക് ഉണ്ടാക്കാനും ഇതിനൊക്കെ പഠിച്ചത്. അങ്ങനെ കേക്ക് ഉണ്ടാക്കി പഠിച്ചപ്പോൾ കുറെ അധികം കേക്ക്, ഒരു 500ഓളം കേക്കുകൾ വിറ്റു. പിന്നെ അതിൽ തന്നെ യൂട്യൂബ് നോക്കിയിട്ട് തന്നെ ഞാൻ ഇപ്പൊ ഹാമ്പറൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ മാരേജ് ഫംഗ്ഷനൊക്കെ, അതും ചെയ്യുന്നുണ്ട്. അത് അങ്ങനൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഹാപ്പി. എൻ്റെ ജെസ്സിയെ ഏത് ഇതിലായാലും നടക്കാൻ കഴിയുന്ന ഒരാളെ ഓളെ കല്യാണം കഴിക്കണ്ടെങ്കിലും ഒരു പക്ഷേ ജീവിത സന്തോഷമാണെങ്കിലും അവളെ എല്ലാ ആഗ്രഹങ്ങളും, ഇപ്പോൾ ഭക്ഷണം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, എല്ലാ ആഗ്രഹങ്ങളും അവൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തും കൊണ്ടുപോകണമെന്നോ ഒന്നും സാധിച്ചെന്ന് വരില്ല. പക്ഷെ അവൾ എൻ്റെ ഒരു നിമിഷം ഒരു കാര്യം പറഞ്ഞാലേ, ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നേ വരെ ജെസ്സിനോട് അങ്ങനെ ചോദിക്കാറില്ല എന്തിപ്പോൾ ഞാൻ സത്യമായിട്ട് പറയട്ടെ, എനിക്ക് എന്തേലും വേണോ ഇത് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാറില്ല. പക്ഷേ ഞാൻ എന്നോട് ഓൾ എന്തൊരു കാര്യം പറഞ്ഞാലോ ആ നിമിഷം ആ സ്പോട്ടിൽ പൈസ ഉണ്ടോ ഇല്ല നോക്കില്ല. ഇനിയിപ്പോൾ പൈസ എങ്കിലും ആര് തിരിമറിയാങ്കിലും വേണ്ടിയില്ല, ആ സാധനം ഞാൻ പഠിത്ത് ആ സ്പോട്ടിൽ ഇവിടെ എത്തിക്കും. ഞാൻ ഓളെ വേണ്ടിട്ടാ ഞാൻ എന്ത് ആഗ്രഹം പറഞ്ഞാലും അത് എവിടുന്നായാലും അതെനിക്ക് അപ്പൊ തന്നെ എൻ്റെ ഒരു 5 മിനിറ്റ് അതിനുള്ളിൽ എനിക്ക് കിട്ടിയിരിക്കും. പക്ഷെ ഞാൻ നമ്മൾ സ്നേഹത്തിൻ്റെ വില തിരിച്ചറിയണത് ഇവള് എന്നോട് പറയുമ്പോഴല്ല. ഞാൻ ഇവള് പ്രസവിച്ച് ഈ കുട്ടീനെ പ്രസവിച്ച് നിന്നിരുന്നു. ഈ കുട്ടീനെ പ്രസവിച്ച് കിടക്കുമ്പോൾ, എൻ്റെ രണ്ടാമത്തെ കുട്ടീനെ പ്രസവിച്ച് കിടക്കുമ്പോൾ അവിടെ ഞാൻ കുറച്ച് ദിവസം പോയി നിന്നിരുന്നു. അപ്പോൾ അവിടെ നിൽക്കാനൊരാൾ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ സാജി താത്താറ് അടുത്തുള്ള ഒരാൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഒരു വിഷയം പറഞ്ഞേക്കെ ഞാൻ ഡൈനിങ് ഹാളിൽ നിന്ന് ഇരുന്ന് ഇവളിങ്ങനെ പറയണത് കേൾക്കുന്നുണ്ട്. എന്ത് വന്നാലും ശരി എൻ്റെ എന്ത് പറഞ്ഞാലും ആ സ്പോട്ടിൽ സാധനം ഇവിടെ എത്തിച്ചു തരും. ഇപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞേക്കാം ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവാദിയാണെന്ന് പറഞ്ഞേക്കെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഇന്നിപ്പോൾ ഒന്നും സാധിപ്പിക്കാൻ നടക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് പറയാം തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ സാധിപ്പിക്കാൻ കഴിയൂല. പക്ഷെ അവൾ എന്നോട് പറഞ്ഞേക്കായി മറ്റുള്ള ഒരാളോട് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിൻ്റെ ഇവളെ ജീവിതത്തിൽ വന്നിട്ട് അത്ര സന്തോഷം ഇവളെടുത്തുനിന്ന് എനിക്ക് വേറെ കിട്ടിയിട്ടില്ല പറഞ്ഞ. ഇവളൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓളെ ഹാപ്പിയാണ് എന്നുള്ളതിൻ്റെ അർത്ഥമാണ്, 100% ഹാപ്പിയുടെ അർത്ഥമാണ് ആ പറഞ്ഞത്. ഇനിയിപ്പോ കേക്ക് ബിസിനസ് ഒക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ചെയ്തു തുടങ്ങി. ഇവനിപ്പോ 4 മാസമായി. ഞാൻ ചെയ്തു തുടങ്ങി. ബ്രൗണി, കുക്കി പൈ അങ്ങനത്തെ ഒക്കെ ഞാൻ ഓൺലൈനിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഡെലിവറി അയക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഓരോ കഷ്ടപ്പെടുന്ന നേരത്തെ ആ നേരത്തെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം പഠിച്ചവന് അവർ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് കൊടുന്നു തരും. കാരണം നമ്മൾ ഓരോരുത്തരും പഠിച്ചവനോട് പറഞ്ഞാൽ ആ ടൈമിൽ നമുക്ക് കൊടുന്നു തരും. ഞാൻ കറക്റ്റ് പഠിച്ചവനോട് എല്ലാ കാര്യങ്ങളും നിസ്കരിച്ച് ഇതുവരെ പറയാറുണ്ട്, എൻ്റെ വിഷമങ്ങൾ ഇതാണ്. അപ്പോൾ എൻ്റെ ഉമ്മ മരിച്ചു, ആ സ്പോട്ടിൽ ഇവളെ തന്നു. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഉമ്മ ഉള്ള ടൈമിൽ എൻ്റെ എല്ലുകൾ പൊട്ടുന്ന ടൈമുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഒരു 10-15 വയസ്സായതിൻ്റെ ശേഷം പിന്നെ എൻ്റെ പൊട്ടിയിരുന്നില്ല. പിന്നെ എനിക്ക് 30 വയസ്സാവാനാണ് ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് എൻ്റെ എല്ല് പൊട്ടിയത്. അന്ന് ഞാൻ ചെറുതായിട്ട് ഇരുന്ന് പഠിച്ചൊക്കെ ഒരു ബോബി ചമ്മണ്ണൂർ എനിക്ക് ഇലക്ട്രിക് വീൽ ചെയർ ഫ്രീ ആയിട്ട് തന്ന്. അപ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് തന്ന്. ആ വീൽ ചെയറുമ്പോൾ ഞങ്ങൾ ഡ്രൈവിങ് പഠിച്ച് റോഡിൻ്റെ സൈഡിലൂടെ പോയിന്ന്. ആ വീൽ ചെയറും ഞാനും കൂടി റോഡ് സൈഡിൽ കണ്ട് മറിഞ്ഞ് എൻ്റെ കയ്യിൻ്റെ എല്ലാം പൊട്ടി. പക്ഷെ എല്ല് പൊട്ടിയൊക്കെ അപ്പോൾ വീടൊക്കെ കൊല്ലം കുഴപ്പമുണ്ടായില്ല, ചെറിയ വേദനയായി. ആ വണ്ടിയിൽ വീണ്ടും ഞാൻ കയറി, ഞാൻ തന്നെ ഓടിച്ചിട്ട് വീട്ടിൽ വന്ന് ഇങ്ങനെ മറിഞ്ഞെന്നൊക്കെ പറഞ്ഞു. കൂടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഓലെന്നെ പിടിച്ച് കയറ്റിയതൊക്കെ ഞാൻ വീട്ടിലെത്തി മറിഞ്ഞെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വീട്ടിൽ പോയി കിടന്നതിൻ്റെ ശേഷം പിന്നെ എനിക്ക് അനങ്ങാൻ പറ്റണില്ല, ഈ കയ്യൊക്കെ എടുത്തൊക്കാൻ പറ്റണില്ല. പിന്നെ എനിക്ക് അനങ്ങാൻ പറ്റണില്ല, ടോയ്ലറ്റിൽ പോകാൻ പറ്റണില്ല, ഭക്ഷണം കഴിക്കാൻ ഒന്നിനും പറ്റണില്ല. അന്ന് ഇവളെ എനിക്ക് വേണ്ടിയിട്ട് കുറച്ചൊന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാ പറഞ്ഞത്, പഠിച്ചോനെ ഓരോരുത്തർക്ക് ഓരോ ടൈമിൽ അതിനുള്ള ആളുകളെ വെച്ച് തരുന്നുള്ളൊരു തെളിവാണത്. അപ്പോൾ അന്നൊക്കെ ആരും ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കിടന്നിരുന്നു, ആ കിടത്തം അവിടെ കിടന്നിരുന്നു.
ഇവൾക്ക് ഭക്ഷണം തന്നു, ഈ കടന്ന സ്ഥലത്ത് തന്നെ ബക്കറ്റിൽ വെള്ളം കൊടുന്ന് എല്ലാം വൃത്തിയാക്കി തരാനോ കാര്യങ്ങളൊക്കെ ഇവിടെ ഒക്കെ ചെയ്തെന്ന്. അതുപോലെ തന്നെ വീണ്ടും ഒരു വർഷം കഴിഞ്ഞൊക്കെ എൻ്റെ ചുണ്ടൊക്കെ ഒരു സൈഡൊക്കെ പോയി സ്ട്രോക്ക് വന്ന് അങ്ങനെ പെരിന്തൽമണ്ണ MES അഡ്മിറ്റായി. അന്ന് കാലിൻ്റെ എല്ലും പൊട്ടിയില്ലേ മരിക്ക്. അന്നും ഇവള് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ ഇവളിപ്പോൾ പ്രസവിച്ച് ഇവളെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് പോയി. ഒരു മാസം ആകുമ്പോഴത്തിന് എനിക്കോളെ കാണാൻ പുതിയ. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ തല്ല് വഴക്കൊക്കെ ഉണ്ടോ ചോദിച്ചാൽ അതുണ്ട്. ഫാമിലിയൊക്കെ ലൈഫ് അത് രസമാണ്. ഞങ്ങൾ തല്ലും പിണക്കൊക്കെ ഉണ്ടാവും. പക്ഷെ ഓള് പോയ വിഷമം നമുക്കറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവളുണ്ടാകുമ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾ രണ്ടാളും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കൊടുത്തിട്ട് അവൾക്ക് വാരി തരില്ല. ദിവസം എനിക്ക് വാരി തരില്ല. ഒരു പാത്രത്തിൽ തന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭക്ഷണം കൊണ്ടുവരും. അതേമാതിരിക്ക് ഞങ്ങളിപ്പോൾ പുറത്തൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടാളും 2 പാത്രത്തിൽ ഭക്ഷണം എടുക്കൂല. വെറുതെ ഭക്ഷണം വേസ്റ്റാക്കി ഉണ്ടാച്ചിട്ട് ഒരു പാത്രത്തിൽ ഭക്ഷണം എടുക്കും. അത് ഞങ്ങൾ രണ്ടാളും കൂടി കഴിക്കും. ഓള് വാരി തരും, അല്ലെങ്കിൽ അത് ഞങ്ങൾ രണ്ടാളും കഴിക്കും. അങ്ങനെ ആ ഒരു വിശപ്പ് നമുക്കിട്ട് തോന്നുന്നത് നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കാവുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതുപോലെ അവൾ പല നമ്മൾ ഓരോ നിമിഷങ്ങളിലും അവൾ കാണാൻ പറ്റാത്ത വിഷമാകുമ്പോൾ ഞാൻ വിളിക്കും, കരയും. പിന്നെ ആ നിമിഷം ഒന്നും നോക്കൂല, അപ്പോൾ പോകും കാണാൻ. അങ്ങനെ ചാവക്കാടല്ലേ വീട്? ചാവക്കാട് പാവറ. അറിയാം. ജീവിതം ഒരു സമ്മാനമാണെന്ന് എല്ലാവരും ഇങ്ങനെ പറയാറുണ്ടല്ലോ. അപ്പൊ അതിന് നിങ്ങളെങ്ങനെയാ നോക്കി കാണുന്നത്? എൻ്റെ ജീവിതം എന്ന് വെച്ചാല് ഞാനിങ്ങനെ 4ാം ക്ലാസ് മുതൽ ഞാനിങ്ങനെ ഹൈറ്റ് ഇല്ലാത്ത ഒരു ഇതായിട്ട് ഇങ്ങനെ ഹൈറ്റ് കുറവെന്നുള്ളത് ഒരു കേട്ട് തുടങ്ങി ഞാൻ. അങ്ങനെ എൻ്റെ വീട്ടുകാർ പല ഹോസ്പിറ്റല് പല ആൾക്കാർ ഇതിനൊക്കെ ഇങ്ങനെ കാണിച്ചു തുടങ്ങി. നിങ്ങളിങ്ങനെ ഹൈറ്റ് കുറവാണ്, അപ്പം എന്തെങ്കിലും എന്താക്കണം. അപ്പോൾ അവരിങ്ങനെ ഓരോ ദിവസം ഓരോ എക്സ്റേ കാര്യങ്ങൾ അങ്ങനെ ഡോക്ടറെ ഇതിലായിട്ട് ഇങ്ങനെ നടക്കായിരുന്നു. പിന്നെ പണ്ട് സ്കൂളിൽ പോകുമ്പോഴും നമ്മളിങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ വരെ ആൾക്കാർ ചോദിച്ചു തുടങ്ങി, എത്രല്ല പഠിക്കണേ, എത്ര വയസ്സായി, ഇങ്ങനെ. കാരണം ഞാൻ ഒരു 4.8 ഉള്ള ഹൈറ്റ്. അപ്പോൾ ഇങ്ങനെ കളിയാക്കലും സ്കൂളിലൊക്കെ ഒരുപാട് കളിയാക്കലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഹൈറ്റ് ഇല്ലാത്തതിൻ്റെ പേരിലും നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും ഒക്കെ ഇങ്ങനെ കളിയാക്കൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോഴും ബസ്സിൽ വരെ എനിക്ക് കമ്പി പിടിക്കാൻ എത്തില്ല. അങ്ങനെയൊക്കെ കുറേ ഞാൻ ബസ്സിൽ വീണിട്ട് വരേണ്ട, അങ്ങനെ കമ്പി പിടിക്കാൻ പറ്റാണ്ട് കുറേ അങ്ങനെ കളിയാക്കലും. പക്ഷെ ഇപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ 2 കുട്ടികളായി ഇതിക്കാടെ കൂടെ ജീവിച്ചപ്പോൾ ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ കല്യാണം എന്നിട്ട് ഒരു 18 വയസ്സായാലും നമ്മുടെ പെണ്ണ് കാണാൻ വരുമ്പോൾ അവിടുന്നും കുറേ കേട്ടിട്ടുണ്ട്, ഹൈറ്റ് ഇല്ലാത്ത കുട്ടിയാണ്. അങ്ങനൊക്കെ ഒരുപാട് സങ്കടങ്ങൾ ജീവിതത്തിൽ എത്തിയത്. ഇനി നമുക്ക് ഒരു ഗെയിം ചെയ്യാം. ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് ഒരു ചിന്ത. ഒരു വാക്ക് ഞാൻ പറയും, അപ്പൊ നിങ്ങളെ മനസ്സിൽ എന്താണോ ചിന്ത വരുന്നത് അത് പറയാം. ഓക്കെ, അപ്പൊ നിങ്ങളോട് രണ്ടാളും മാറി മാറി ചോദിക്കാട്ടോ. അത് നിങ്ങളോട് വയ്ക്കാം. ജീവിതത്തിൽ ഞാൻ 0 ആയിരുന്നു. എൻ്റെ തുടക്കത്തിൽ 0 ആയ എനിക്കൊരു ഈ ഭൂമിയിൽ പുറം ലോകത്തെ ഒരു കാഴ്ചകളും കാണാൻ പറ്റൂല എന്ന് നിശ്ചയിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ ആ ജീവിതം ഇവിടെ തോറ്റ് കൊടുക്കാൻ വിധിയെ വായിച്ചിട്ട് തോറ്റു കൊടുക്കാൻ ഞാൻ നിന്നില്ല. എൻ്റെ കൂട്ടുകാരൊക്കെ സഹായം കൊണ്ട് പുറത്തിറങ്ങി ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഈ കേരളം എന്താണെന്നോ അതുപോലെ തന്നെ കേരളത്തിലെ മനോഹരമായ കാഴ്ചകൾ എന്താണെന്നോ ഞാൻ കണ്ടു. എനിക്കൊരു മറ്റൊരു ഇങ്ങനെ പോലെ ഭിന്നശേഷിക്കാരെ ആളുകൾക്കും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു മോട്ടിവേഷനാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങളെ ലൈഫ് ഇങ്ങനെ ആയത് നിങ്ങളെ തെറ്റല്ല, ഒരിക്കലും നിങ്ങളെ തെറ്റല്ലത്. പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ തോറ്റെടുക്കരുത്. ജീവിതം ജയിക്കുക. നമ്മൾ വിദ്യാഭ്യാസം കൊണ്ടാണെങ്കിലും പഠിച്ച് നല്ലൊരു നിലയിൽ എത്താൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു കഴിവ്, ഈ കൈ എൻ്റെ പടച്ചോനെ ഈ കൈ തളർത്തിയിട്ടുണ്ടെങ്കിൽ ഈ കൈയിൻ്റെ ശക്തി ഈ കയ്യിനുണ്ടാവും. അതുപോലെ നമ്മളെ കയ്യും കാലും തളർത്തിക്കൊണ്ട് മനസ്സിന് അതിനുള്ള ശക്തി ഉണ്ടാവും. അതോടെ മുന്നോട്ട് പോവുക. ഇനി നിങ്ങളുടെ സ്വപ്നം ഞാനെന്താ പറയാ, പറഞ്ഞോ. ഞാനിങ്ങനെ ഇക്കാളെ കൂടുതലുള്ള ഒരു ജീവിതം, ഞങ്ങൾക്ക് 2 കുട്ടികളാണെന്നുള്ളത് ഞാനൊരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പതാ അതൊരു സ്വപ്നമായിട്ട് തന്നെ സ്വപ്നം യാഥാർത്ഥ്യമായി. അതെ. ഇനി സൗഹൃദം. എൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ് എൻ്റെ സൗഹൃദം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഉമ്മ പോയതിന് ശേഷം എനിക്ക് പുറത്ത് കറങ്ങാനും ഇന്ന കൂടെ എനിക്കൊന്നും പറ്റൂലടാ, എൻ്റെ എല്ല് പൊട്ടാതെ ഞങ്ങൾ എടുത്തോളാർക്കണ്ട്. ചെറിയ കുട്ടികളെടുക്കണവർക്ക് ഇങ്ങനെ എടുത്ത് ഓരോ സത്യം പറഞ്ഞാൽ ഓരോ
ബിൽഡിങ്ങിൻ്റെ മേലക്കൊക്കെ 2 നിലയുള്ള മേലക്കൊക്കെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാനും ഭക്ഷണം കഴിക്കാനും പല യാത്രകളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ പിന്നെ ഒരു വേദന സഹിക്കാതെ എവിടെയും തട്ടാതെ പിന്നെ എല്ലാ കാഴ്ചകളും എൻ്റെ ജീവിതത്തിൽ സന്തോഷ നിമിഷങ്ങളെല്ലാം എനിക്ക് തന്നത് എൻ്റെ സുഹൃത്തുക്കളാണ് എന്നെ ആക്കിയത്. ആ സൗഹൃദം ഇന്നും കുറേ ആൾക്കാരുണ്ട്. ആ സൗഹൃദമാണ് എൻ്റെ ഒരു വിജയം. ചിരി ഇപ്പൊ എപ്പോഴും പറയും എന്റെ ചിരി കാണാൻ നല്ല രസം. അത് ശരിയാണ്, രസമുണ്ട്. പിന്നെ സ്നേഹം നമ്മളെ അങ്ങോട്ട് കൊടുക്കും തോറും തിരിച്ച് നമുക്ക് തേടിയെത്തുന്നൊരു സാധനമാണ് സ്നേഹം. അത് നമ്മൾ ഇന്നും ഞാൻ എൻ്റെ ഫ്രണ്ട്സുകൾക്കായാലും എൻ്റെ വൈഫിനായാലും എൻ്റെ കുടുംബത്തിനായാലും ഞാൻ സ്നേഹം നൽകുന്നുണ്ട്. അതുപോലെ ഏത് വിഷമം ഉണ്ടെങ്കിലും സന്തോഷമായിട്ട് ചിരിച്ച് നിൽക്കണ ഉള്ളിൽ എന്നെ സ്നേഹിക്കാൻ കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ആത്മവിശ്വാസം ഇപ്പോൾ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു, ഇവളെന്തിനാ കല്യാണം കഴിക്കണേ, ഇവിടെ എന്തായിരുന്നു ഒരു കാലത്ത് അന്ന് ഇട്ടേച്ച് പോവും, അന്ന് എനിക്ക് കൂടെ ഉണ്ടാവില്ല, ഓൾ കുറച്ച് കാലം എൻ്റെ കൂടെ നിന്നിട്ട് ഇട്ടേച്ച് പോവും. അപ്പോൾ ആത്മവിശ്വാസം എനിക്ക് ഇവിടെ ആത്മവിശ്വാസത്തോടെ ഞാൻ എന്നെ ചതിക്കൂലുള്ള വിശ്വാസത്തോടെ വന്നു. ഇപ്പം 5 വർഷമായി. ഞാൻ എന്തേ ചെറിയ തെറ്റുണ്ടായാലും അവളെടുത്ത് ഞാൻ ജീവിതത്തിൽ ഒരു തെറ്റും ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു ആത്മവിശ്വാസം എനിക്ക്. കുടുംബം എന്റെ വീടൊരു ചെറിയൊരു കുടുംബമാണ് കേട്ടോ. പക്ഷെ ഇക്കാടെ വീട്ടിൽ വന്നപ്പോ വലിയൊരു കുടുംബം തന്നെ ഉണ്ട് കേട്ടോ. ഇക്കാടെ ഫാമിലി ആയാലും ഞാനൊരു പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ കാണാത്ത അത്ര കുടുംബം ഇവരുടെ ഒരു ഇതിലുണ്ട്. നിറച്ച ആൾക്കാരും പരിചയപ്പെടാൻ പോലെ ആ ഒരു പേരൊക്കെ പറഞ്ഞാൽ പോലും നമുക്കത് വീണ്ടും ആരെ വന്നതെന്നുള്ളത് നമുക്ക് വീണ്ടും ചോദിക്കേണ്ടി വരും. സ്വാതന്ത്ര്യം എൻ്റെ ജീവിതം തന്നെ ഒക്കെ ഒരു സ്വതന്ത്രമാണ്. കാരണം 4 ചുമരിൻ്റെ ഉള്ളിൽ കിടന്നിരുന്ന ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് സ്വതന്ത്രം കിട്ടി ഞാൻ പാറി പറക്കണം. അതുപോലെ സ്വതന്ത്രം കിട്ടാതെ കുറേ മൃഗങ്ങളായാലും പക്ഷികളായാലും മനുഷ്യരായാലും ഇന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സ്വതന്ത്രം കിട്ടി ജീവിതം ആസ്വദിക്കട്ടെ. ജീവിതം ഈ ഭൂമിയിൽ മനോഹരമാവട്ടെ പ്രാർത്ഥിക്കുന്നു. സമൂഹം ഞാനിപ്പോ ഇക്കാനെ കല്യാണം കഴിച്ചിട്ട് ഈ സമൂഹത്തിലെ കുറെ ആൾക്കാര് നല്ലതും പറഞ്ഞിട്ടുണ്ട്, മോശം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ സമൂഹത്തിനോടേക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മളായിട്ട് ജീവിക്കുക. നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനോ കാര്യങ്ങൾക്ക് ഇപ്പൊ ഇവരെ കല്യാണം കഴിച്ചത് കൊണ്ട് നമുക്കിപ്പോ ഒന്നും പോവാനില്ല. നമുക്ക് നാളെ പടച്ചോന്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്തുനിന്നോ നമുക്ക് നല്ലൊരു പ്രതിഫലം കിട്ടും. അത്രമാത്രം സമൂഹത്തോട് ഒന്നും പറയാൻ എനിക്കില്ല. ഇത് മാത്രമേ പറയാനുള്ളൂ. നല്ലൊരു ജീവിതം ഇവർക്ക് കൊടുത്താൽ നമുക്ക് നാളെ ദൈവം നല്ലൊരു ഇത് നമുക്ക് തരും. ഇതാണ് ഇക്കാക്കാന്റെ കുടുംബം. നമുക്ക് കുടുംബത്തിനൊന്ന് പരിചയപ്പെടാം. അതെ, ഞാൻ സ്വാലിഹ് വളാഞ്ചേരി. ഇതാണ് എൻ്റെ ഫാമിലി. എൻ്റെ വൈഫ് ജസീല, രണ്ടാമത്തെ മൂത്ത ആളുണ്ട് ഇമ്മു ഫാത്തിമ സഫിയ. ഞാനവളെ സ്നേഹത്തോടെ ഇമ്മൂന്ന് വിളിക്കും. അത് ഒരു കഥ ഉണ്ട്. അതായത് എൻ്റെ ഉമ്മ മരിച്ചിരിക്കണമായിരുന്നല്ലോ. എൻ്റെ ഉമ്മാനെ എൻ്റെ വീട്ടിലെല്ലാവരും ഒരൊറ്റ മോളുണ്ടായിരുന്നു. 4 ആങ്ങളക്കാർക്ക് ഒരൊറ്റ മോളായിരുന്നു. അവരെ വിളിച്ചിരുന്ന് ഇമ്മൂന്നായിരുന്നു എല്ലാവരും. ഉമ്മൂൻ്റെ കുട്ടികൾ വയ്യാത്ത കുട്ടികളെന്നൊക്കെയാണ് ഞങ്ങൾ അറിയപ്പെടുക. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ഓർമ്മയ്ക്ക് ഇമ്മൂന്ന് വിളിച്ചു. രണ്ടാമത്തെ ആള് മുഹമ്മദ് മിസ്ബാഹ്. ഓനാൻ മിച്ചു എന്ന് വിളിക്കും. മിച്ചു. 4 മാസമായി. ഇവൾക്ക് ഇപ്പോ 3 വയസ്സ്, അല്ല 4 വയസ്സിട്ട. ഈ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന പ്രതികരണങ്ങളൊക്കെ ഉണ്ടല്ലോ, നെഗറ്റീവ് ഓർ പോസിറ്റീവ്, അതിനൊക്കെ നിങ്ങൾ എങ്ങനെ നോക്കി കാണണേ? പലരും ഇങ്ങനെ ബാഡ് കമൻ്റ് ഇടാറുണ്ട്. നെഗറ്റീവ് പോസിറ്റീവ് മെസ്സേജുകൾ, നല്ല കമൻറ്റുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിൻ ചെയ്ത് വെക്കാറുണ്ട്, അല്ലെങ്കിൽ അതിന് കമൻറ്റ് തിരിച്ചു കൊടുക്കാറുണ്ട്. എന്താ വെച്ചാൽ പലരും എന്നോട് പറയാറുണ്ട്, പലരും നിങ്ങൾക്കൊരു മോട്ടിവേഷനാണ്, നിങ്ങളുടെ ജീവിതത്തിൽ മോട്ടിവേഷനാണ്. പിന്നെ ഇന്ന് ഭക്ഷണം പോലും കഴിക്കാൻ വയ്യാത്ത ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങളൊന്നും മടിയാതെ ഇത്രയും കാര്യം ചെയ്യണ കാണുമ്പോൾ പലർക്കും മോട്ടിവേഷനാണ്. പിന്നെ നടക്കാൻ കഴിയാത്തവർക്കും ഒക്കെ ആളുകൾക്കൊക്കെ നിങ്ങൾ പല കാര്യങ്ങളൊക്കെ പറയണത് അവർക്കും ഒരു പ്രചോദനമാണ് പറയാറുണ്ട്. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം പ്രൊമോഷൻ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ആളുകൾ ബാഡ് കമൻ്റ് ഇടും. ബാഡ് കമൻ്റ് ഇടുന്നല്ലാൽ എനിക്കെന്തിനാണ് ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്നോടത്ത് എല്ലാം പല സ്ഥലത്തും പോയി ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ പറയില്ലേന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഭക്ഷണം ടേസ്റ്റ് ആദ്യം ഒന്ന് നോക്കും. ഭക്ഷണം ടേസ്റ്റ് നോക്കിയിട്ട് പോരാണ്ടേ ഞാൻ പറയും, ഇത് വീഡിയോയിൽ നമുക്ക് സത്യം പറയാൻ പറ്റൂല.
അങ്ങനെ ഞാൻ അങ്ങനെ സത്യം പറഞ്ഞിട്ട് ജോഡി വീഡിയോ ചെയ്ത് കൊടുക്കാറുള്ളൂ. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ നാവിൻ്റെ രുചിയാവില്ല മറ്റുള്ളവരെ നാവിൻ്റെ രുചി. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പോൾ പ്രൊമോഷൻ്റെ കാര്യമൊക്കെ അങ്ങനെ. പിന്നെ ബാഡ് കമൻറ്റ് തന്നെ, എന്തിനാണ് ഇങ്ങനെ ഒരു പെണ്ണ് ഇങ്ങനെ ഒരാൾക്ക് ജീവിതം കൊടുത്തിട്ടുള്ളത്, ഇതിലും നല്ല ജീവിതം കിട്ടൂല. പിന്നെ അങ്ങനെ അങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഭിന്നശേഷിക്കാരെ കളിയാക്കുന്ന രൂപത്തിലുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയൊക്കെ ഇവനക്കൊക്കെ കൊച്ചുണ്ടായി, എങ്ങനെ ഇവനക്ക് കുട്ടി ഉണ്ടായി, കല്യാണം നോക്കലിൻ്റെ മുന്നേ തന്നെ എന്നോട് ചോദിച്ചിരുന്ന ഒരു ചോദ്യങ്ങളാണ് അതൊക്കെ. നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവുമോ, നിങ്ങളെങ്ങനെ ലൈഫ് മുന്നോട്ട് പോകാമെന്നൊക്കെ. അവരുടെ മുന്നിൽ ഞാൻ 2 കുട്ടികളുടെ വാപ്പായി ഇന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ കിട്ടിയ ഭയങ്കര സന്തോഷമുള്ള മൊമെന്റ് ഏതായിരുന്നു? സന്തോഷമുള്ള മൂമെൻ്റ് വെച്ചാൽ ഫസ്റ്റ് കിട്ടിയ സന്തോഷം, എനിക്ക് ഫ്ലൈ വീൽസ് പറഞ്ഞ സ്ഥാപനം ആദ്യമായിട്ട് യാത്ര ചെയ്യാനൊരു കാറ് തന്ന്. അതിൻ്റെ പിറ്റേന്ന് തന്നെ കാറ് തന്ന് പിറ്റേന്ന് തന്നെ എനിക്ക് എറണാകുളത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന് പോകാൻ പറ്റും. അങ്ങനെ അപ്പോൾ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ ഈ വണ്ടി ഈ എടുത്തു പറഞ്ഞ നാളേക്കൊക്കെ യാത്ര ചെയ്യാൻ ഒരു വാഹനം നമ്മൾ വാടകയ്ക്ക് എടുത്ത് പോകുന്നതിനേക്കായി ഒരപ്പം കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. നമുക്ക് ഫ്രീ ആയിട്ടൊരു ആൾ വാരം തരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഒന്നത്. രണ്ടാമത്തെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം പറയാനുള്ളത് ഉമ്രക്ക് പോകാൻ സോഷ്യൽ മീഡിയയിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ പരിചയപ്പെട്ട ഒരു സുഹൃത്താണ്, നിലമ്പൂരുള്ള ഒരാളാണ് എന്നെ കൊണ്ടുപോയത് ഉമ്രക്ക്. അത് ഇന്നെ മാത്രമല്ല, ഞാനും വൈഫിൻ്റെ കുട്ടിയും പിന്നെ എൻ്റെ വൈഫിൻ്റെ ഉമ്മയും പിന്നെ എൻ്റെ സുഹൃത്തിനെ ഞങ്ങളെല്ലാവരും കൊണ്ടുപോയി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ നിങ്ങൾ പോസ്റ്റ് കണ്ടിട്ട് നെഗറ്റീവ് പറയുന്നവരുടെ അവിടെ നിൽക്കട്ടെ, അതല്ലാതെ കുറേ ആളുകൾ പ്രചോദനമായിട്ട് മെസ്സേജ് അയക്കാറില്ലേ, അവർക്ക് എന്താ പറയാറ്? അവരൊക്കെ നല്ല കാര്യങ്ങൾ എന്നോട് പറയാറുണ്ട്. നല്ല കാര്യങ്ങൾ എന്താ വെച്ചാൽ, നിങ്ങൾ നമ്മൾ പല കാര്യത്തിലും ടെൻഷൻ അടിച്ച് മാനസികമായിട്ട് പിരിമുറുക്കുള്ള ടൈമിലാവും നിങ്ങളെ വീഡിയോ കാണുന്നത്. അപ്പോൾ ഞങ്ങളതൊന്നും ഒരു പ്രശ്നമില്ല, ഇത്ര വിഷമങ്ങളുണ്ടായിട്ടും ഇത്ര വേദനകളോ ജീവിതത്തിൽ മരണത്തിന് തുല്യമുള്ള വേദനകൾ സഹിച്ച ഒരാളിങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് ജീവിച്ച് പലർക്കും കാണിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് ഞങ്ങളെ വലിയൊരു ജീവിക്കാൻ തന്നെ പ്രചോദനം നൽകുന്നത്, നിങ്ങളാന്ന് ഞങ്ങളോട് പറയാറുണ്ട്. അതാണ്. പിന്നെ ഇനി എന്താണ് ലൈഫിൽ അച്ചീവ് ചെയ്യണം, ഇനി എന്തൊരു സ്വപ്നം ഉള്ളത് നിങ്ങൾക്ക്? ഇനി ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സ്വപ്നം എന്താ വെച്ചാൽ, എൻ്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ നേടി. അതായത് എനിക്ക് മമ്മൂക്കാനെ കാണാൻ എന്നുള്ളൊരു സിനിമ നടൻ മമ്മൂക്കാനെ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് മമ്മൂക്ക നിക്കാഹിന് ഞാൻ മമ്മൂക്കാൻ്റെ നമ്പറൊക്കെ കിട്ടി. ഇപ്പോൾ മമ്മൂക്കാനായിട്ട് ചാറ്റ് ചെയ്തു. ഇപ്പോൾ ചാറ്റ് ചെയ്തൊക്കെ അതൊന്നും എനിക്ക് റീപ്ലൈ ഒന്നും തന്നില്ല. പക്ഷേ അന്ന് എൻ്റെ നിക്കാഹിൻ്റെ ഒരു 2 മാസം മുമ്പ്, പക്ഷേ നിക്കാഹ് ഇന്ന ദിവസമാണ് നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു കൊറോണ തന്നെ വരാൻ കഴിയൂലാന്ന്. പക്ഷേ യാദൃശികമായിട്ട് ഞാനും മറന്ന് മമ്മൂക്കാനോട് നിക്കാഹിൻ്റെ കാര്യം പറഞ്ഞത്. യാദൃശികമായിട്ട് ഞാൻ നിക്കാഹ് ടൈമിൽ നമ്മൾ ഫോൺ സൈലൻ്റായി വെക്കും. ഫോൺ സൈലൻ്റ് കഴിഞ്ഞാൽ നിക്കാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫോൺ എടുത്ത് വെക്കുമ്പോണ്ട് മമ്മൂക്ക വാട്സപ്പിൽ 2 കോൾ വിളിച്ചിരിക്കണം, വീഡിയോ കോളും. അത് ഞാൻ നെട്ടിപ്പോയി. അങ്ങനെ തിരിച്ച് ഞാൻ എൻ്റെ അടിച്ചൊക്കെ പറഞ്ഞ് എവിടെ നിക്കാഹ് കഴിഞ്ഞാൽ എൻ്റെ ബീവി എവിടെ ചോദിച്ചു. അപ്പോൾ കൊറോണ ടൈമിൽ മമ്മൂക്ക മാസ്കൊക്കെ ഇട്ട് കണ്ടാണ് സംസാരിക്കണമെന്ന്. അപ്പോൾ കൊറോണ കഴിഞ്ഞിട്ട് നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഞങ്ങൾ സംസാരിച്ചു. ഒന്ന് അത്. അപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചു. ഇനിയിപ്പോൾ മമ്മൂക്ക നേരിട്ട് കണ്ടാലും കണ്ടില്ലെങ്കിലും എൻ്റെ നിക്കാഹിനെ എനിക്ക് ഓർമ്മിക്കാൻ തന്നൊരു വലിയൊരു മൊമെൻ്റാണത്. പിന്നെ എനിക്ക് ആഗ്രഹമുള്ളത്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആഗ്രഹമുള്ളത് ഇപ്പോൾ സ്വന്തമായിട്ടൊരു വീടില്ല. അത് ഞാൻ ഇപ്പോൾ എൻ്റെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും എനിക്കൊരു വീട് വെക്കണം, ആരെങ്കിലും എന്നെ സഹായിക്കണം, എൻ്റെ അക്കൗണ്ട് നമ്പർ ഇതാണ് പറഞ്ഞാൽ എനിക്കിഷ്ടം പോലെ കാശ് കിട്ടും. പക്ഷെ എനിക്കത് താല്പര്യമില്ല. എനിക്ക് മറ്റുള്ളവരെ ഞാൻ ഇത്ര കടന്നിട്ട് ഈ അവസ്ഥയിലാണെങ്കിലും ഒരാളെ മുന്നിലും ഞാൻ കൈ നീട്ടി പോയിട്ടില്ല. എനിക്ക് ജീവിക്കണം എന്ന് നടക്കാണ്ട് സ്വന്തമായിട്ട് ജീവിക്കാനുള്ളൊരു, ഇപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടി സൈഡ് ബിസിനസ്സായിട്ട് വണ്ടി കച്ചവടം ബ്രോക്കറായിട്ട് ചെയ്യുന്നുണ്ട്. ബ്രോക്കറായിട്ട് ഒരിക്കലും കാറ് വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കാറ് പല ബ്രോക്കർമാർക്ക് വിളിച്ചിട്ട് ഇങ്ങനെ കാറ് സ്വിഫ്റ്റ് ഉണ്ടെങ്കിൽ സ്വിഫ്റ്റ് കൊടുക്കാണ്ട് ചോദിച്ചിട്ടൊക്കെ വിളിക്കോ, ഇങ്ങനെ കാറ് സെലക്ട് ചെയ്ത് തരും. അതിന് ചെറിയ കമ്മീഷൻ 5000 10,000 ഒക്കെ എന്തെങ്കിലും തരുവര്, അത് വാങ്ങും. അങ്ങനെയൊക്കെ ആയിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ജീവിതം മുന്നോട്ട് പോയപ്പോൾ 1.5 ലക്ഷം റുപ്യോളം ഇറങ്ങി എൻ്റെ വൈഫിൻ്റെ 2ാമത്തെ പ്രസവത്തിന്. അത് മൊത്തം ഞാൻ ഉണ്ടാക്കിയതോ ഈ വണ്ടി കച്ചവടത്തിലൂടെയാണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വണ്ടി കച്ചവടം പ്രൊമോഷനും കാര്യങ്ങളും യൂട്യൂബും ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി അങ്ങനെ തന്നെ നമുക്ക് തന്നെ ഒരു സ്വന്തമായിട്ടൊരു വീട് വെക്കണം. അതാണ് എൻ്റെ വലിയ സ്വപ്നം. അത് വലിയ കൊട്ടാരം പോലത്തെ വീടൊന്നുമില്ല, ഞങ്ങൾക്കൊരു ചെറിയൊരു 2 ബെഡ്റൂമോ 3 ബെഡ്റൂമുള്ള ചെറിയൊരു സ്ക്വയർ ഫീറ്റിന് ഒതുങ്ങണ നല്ലൊരു വീട് വെക്കണം. പിന്നെ എൻ്റെ മോളാണ് ഇപ്പോൾ മൂത്ത ആൾ. ഓളെ നല്ല പഠിച്ച് എൻട്രൻസ് പഠിച്ച് എൻട്രൻസ് കിട്ടി നല്ല വിദ്യാഭ്യാസത്തോടെ
അതും നമ്മളെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മാത്രമല്ല, ഭൗതികമായിട്ടുള്ള എല്ലാ വിദ്യാഭ്യാസത്തോടെയും ഓള് ഉന്നത നിലയിലെത്തിയിട്ട് നല്ലൊരു ഡോക്ടർ ആവാനും അതുപോലെ തന്നെ മനുഷ്യന്മാർക്ക് നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഉന്നത നിലയിൽ ഓളെത്തണം. അതുപോലെ തന്നെ എൻ്റെ മോനെ ഞാൻ നല്ലൊരു മുത്തല്ലിമാക്കാനാണ്, ഖുർആൻപരമായിട്ടുള്ള അങ്ങനെ ആക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതും പിന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എല്ലാം കൂടി പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം. പിന്നെ അടുത്തൊരു കാര്യമൊക്കെ പറയാനുള്ളത്, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഇന്നെ തനിച്ചാക്കിയിട്ട് ഒരിക്കലും ജെസ്സി പോവരുത്. മനസ്സിലായോ? ഞങ്ങളെ മരണത്തെക്കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. ഇന്നെ ഒറ്റക്കാക്കിയിട്ട് ഓള് പോരുത്. ഇന്നെ ഒറ്റക്കാക്കി പോയാൽ എൻ്റെ മക്കളും പിന്നെ ലൈഫ് എനിക്ക് സഹിക്കാൻ കഴിയില്ല, അവളെ ഓർമ്മകളും. പക്ഷേ ഞങ്ങൾ രണ്ടാളെയും മരണം ഒരുമിച്ചാവണം എന്നാണ് ഞങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്നത്. ഒരു കല്യാണം കഴിക്കുമ്പോൾ തന്നെ മരണത്തിൽ പിരിഞ്ഞാൽ മതി എന്ന് എല്ലാവരും പറയാറ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് മരണത്തിൽ പിരിയാനുണ്ടെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് പിരിയുക. അതാണ് ഞങ്ങളെ ഏറ്റവും വലിയ സ്വപ്നം. ഇനി അവസാനമായിട്ട് എന്താ പറയുക, എന്താണ് നിങ്ങൾക്ക് മൊത്തത്തിൽ സമൂഹത്തോടും എല്ലാവരോടും പറയാനുള്ളത്? നിങ്ങളുടെ ലൈഫ് വെച്ചിട്ടും നിങ്ങളുടെ അനുഭവങ്ങൾ വെച്ചിട്ടും മൊത്തത്തിൽ ഇനി എന്താണ് എന്നുള്ളത് എന്നോടുള്ള ആ ചോദ്യത്തോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ചെറുപ്പം മുതലേ നമ്മൾ വേദനകളും വിഷമങ്ങളൊക്കെ സഹിച്ചു. പക്ഷെ അന്നിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം, എനിക്ക് ഒരാളെ പേടിയില്ലപ്പോൾ. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതം സത്യം പറയണേ, എന്ത് കണ്ടാലോ എന്ത് കാര്യങ്ങൾ കണ്ടാലോ എനിക്ക് പേടിയില്ല. അങ്ങനെ എന്തിപ്പോൾ അത് പലരും എന്നെ പേടിപ്പിക്കും. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആക്സിഡൻ്റ് ആവും, എന്തെങ്കിലും പറ്റും, അതൊക്കെ വിധി, അങ്ങനെ തള്ളി. കാരണം ഇതിനേക്കായി വലിയ പ്രശ്നങ്ങൾ ഞാൻ സത്യം പറയേണ്ട ഓട്ടോറിക്ഷയിൽ സീറ്റിൽ കിടന്നിട്ടാണ് യാത്ര ചെയ്യുക. കാറിലും അങ്ങനെ തന്നെ ബ്രേക്ക് കുടിച്ചതായിക്കോ, നല്ല ഓവറായിട്ട് ബ്രേക്ക് കുടിച്ചതായിക്കും മറിയാറ്. ഇന്നേ വരെ മറിഞ്ഞിട്ടില്ല, ഇന്നേ വരെ മറിഞ്ഞിട്ടില്ല, ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്കൊരു ധൈര്യം, പേടിയില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ എനിക്ക് പേടിയുള്ള സാധനം എൻ്റെ ജീവിതത്തിലുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ വൈഫിനെ കുറേ കളിയാക്കിയിട്ടുണ്ട് പറഞ്ഞിട്ട്. എനിക്ക് ആകെ പേടിയുള്ളത് മനുഷ്യന്മാരെ ഒന്നും എനിക്കൊരു പേടിയില്ല. അതേമാതിരിക്ക് ചെറുപ്പത്തിൽ ഞാനൊരു നല്ലൊരു പേടി പഠിച്ചിട്ടുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ അതിന് മുന്നേ ഇപ്പം എനിക്ക് പേടിയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പാമ്പിനൊക്കെ നേരിട്ട് പിടിച്ചിട്ടുണ്ട്. എൻ്റെ സ്നേക്ക് മാസ്റ്റർമാർ പാമ്പിനൊക്കെ കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഒരു പേടിയില്ല. പക്ഷേ പാറ്റ, കൂറ, ഇതിനെ കണ്ടാൽ എനിക്ക് ഭയങ്കര പേടിയാണ് സത്യം പറയൽ. ഈ ജീവിതത്തിൽ മറ്റുള്ളതൊക്കെ അഭിമുഖീകരിക്കാൻ നമ്മൾ പഠിച്ചു, മറ്റുള്ള എന്ത് വിഷമങ്ങളോ എന്ത് വേദനകളൊക്കെ സഹിക്കാൻ പഠിച്ചു. പക്ഷെ പാറ്റി, കൂറ ഇങ്ങനത്തെ ഒക്കെ പ്രാണീനെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് ഇപ്പോഴും. അങ്ങനെ ഞങ്ങളിപ്പോൾ എന്തെങ്കിലും ചെറിയ സൗന്ദര്യം ഇടയ്ക്ക് ഉണ്ടെങ്കിലോ എവിടെന്തെങ്കിലും കൂറനെ കിട്ടിയാൽ വൈഫിൻ്റെ മേത്തേക്ക് എടുത്ത് എറിയലാണ് സത്യം പറയാം, ഇല്ല പേടിപ്പിക്കാൻ. ഒന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ ഞാൻ വലിയൊരു പേടി പഠിച്ചായിരുന്നു. അന്ന് ഞങ്ങളെ ഏറ്റവും വലിയ സന്തോഷങ്ങളൊക്കെ ഞങ്ങളെ വീടിൻ്റെ ഉമ്മറത്തിരുന്നിട്ട് വാഹനങ്ങൾ നല്ല പോണ റോഡാണ്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് വരുന്ന വാഹനം എൻ്റെ പെങ്ങളും എണ്ണും ഇത്ര മിനിറ്റിന് വെച്ചിട്ട്, മറ്റേ സൈഡിൽ നിന്ന് വരുന്ന വാഹനം ഞാനും എണ്ണും. അങ്ങനെ ഓരോ വാഹനങ്ങൾ പോകുമ്പോൾ ഇത്ര മിനിറ്റ് കൊണ്ട് ആർക്കാണ് കൂടുതൽ വാഹനം വരേണ്ടത്, ഏത് സൈഡിൽ നിന്ന് വാഹനം അവർ ജയിക്കും. അങ്ങനെയൊക്കെ പുറത്തേക്ക് നോക്കിയിട്ടുള്ള എൻജോയ്മെൻ്റ് ചെയ്യുന്നു. അന്ന് എല്ലാവരും സ്കൂളിൽ പോയാൽ ഞാനും ഉമ്മയും ഞങ്ങൾ രണ്ടാളും മാത്രമുള്ള വീട്ടിലുണ്ടാവുക. അപ്പം ഞങ്ങളിങ്ങനെ കള്ളനും പോലീസൊക്കെ കളിച്ച് ഇങ്ങനെ പേന കൊണ്ടൊക്കെ ഓരോന്ന് എഴുതാനൊക്കെ പഠിച്ച് ഞങ്ങൾ കിച്ചണിൻ്റെ ഭാഗത്ത് കിടക്കിയെന്ന് വാതിൽ തുറന്നിട്ടിട്ട്. അപ്പം ഉമ്മ കുളിക്കാൻ പോയിക്കണേ. അപ്പം ഞങ്ങൾ അതേമാതിരിക്ക് കളിച്ച് ഇങ്ങനെ എന്തായി നിൽക്കുമ്പോൾ വെറുതെ ഞാൻ എൻ്റെ ബാക്കൊക്കെ തിരിഞ്ഞു നോക്കിയല്ല, പുറത്തേക്ക് തിരിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഈ പഴയ സാധനങ്ങൾ പൊറുക്കാൻ നമ്മൾ വീട്ടിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അണ്ണാച്ചികൾ വരുമല്ലോ, അണ്ണാച്ചികൾ എന്ന് പറയും, വലിയൊരു സഞ്ചി തലയിലിട്ടിക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എൻ്റെ നേരെ മുന്നിൽ, കണ്ണൊക്കെ ചോത്തിട്ട്. ഇതിൻ്റെ അടുത്ത് കണ്ടേക്കണ്ടേ, എൻ്റെ തൊട്ടടുത്ത് വാതിലൊന്നും അടച്ചിട്ടില്ല. ഞാനുണ്ട് ഒരു ചീറിയിട്ടുണ്ടെന്ന്. ചെറുതില്ല? ചെറുതല്ലേ, പറ്റ ചെറുതായിരുന്നോ, ഒരു 10-7 വയസ്സ് ആ ഒരു പ്രായം. ഞാനൊരു ചീറി പൊളിച്ച് ആകെ പേടിച്ച്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇവർ ഞങ്ങളെ നോക്കണത് അതല്ല, ഈ സാധനങ്ങൾ പൊറുക്കാൻ വന്ന പഴയ സാധനങ്ങൾ എടുക്കാൻ വന്ന ആളുകൾ കണ്ട് എന്താ ഇപ്പം ഇങ്ങനൊരു അസുഖമുള്ള ഒരാൾ വെച്ചിട്ടാണ് ദൃശ്യമായിട്ട് നോക്കണത്. ഞങ്ങളെന്ത് വിചാരിച്ചു, ഞങ്ങളെന്തേ പിടിക്കാൻ വന്നതാണോ, ഞങ്ങളെന്തേലും കൊണ്ടുപോകാൻ വന്നതാണെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ പേടിച്ചത്. അന്നാ പേടി ഇപ്പോഴും ഞങ്ങൾ ഓർത്ത് ചിരിക്കും. പണ്ടങ്ങനല്ലേ കുട്ടികളെ കുട്ടികളെ പിടുത്തക്കാർ, നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളെ പിടുത്തക്കാർ വരുമോ കൊണ്ടുപോകുന്നൊക്കെ പറയും. പക്ഷേ സംഭവം പറഞ്ഞാൽ ഓല അങ്ങനെയല്ല നോക്കിയത്. അങ്ങനെ എൻ്റെ ഉമ്മ വന്നേക്കെ ഉമ്മനോട് പറഞ്ഞ് എന്താ നിങ്ങൾ കുട്ടികൾ ഇങ്ങനെ എന്ത് പറ്റിയതാണ് അയ്യോ എന്നൊക്കെ പറഞ്ഞ്
അപ്പോൾ ഓല ആ ഒരു ഇതിലാണ്, നമ്മളങ്ങനെയല്ല കുട്ടികളെ പിടുത്തക്കാരെ രൂപത്തിലാണ് അന്ന് കണ്ടത്. പിന്നെ എനിക്ക് ഉള്ളൊരു ഇത്, ഞാൻ ഏറ്റവും കഥകൾ കാണുന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ യൂട്യൂബിലായാലും അതുപോലെ തന്നെ യാത്രകളും അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം ക്രൈം, ഓരോ കള്ളനെ പിടിച്ചത്, അങ്ങനത്തെ ഭൂതകഥകൾ, പ്രേതകഥകൾ, അങ്ങനത്തെ ഒക്കെ പേടി പിടിച്ച കഥകളൊക്കെ നമുക്കൊരു രസിപ്പിക്കുന്ന ഒരു കഥയായിട്ടാണ് തോന്നുക. അങ്ങനെ ആലോചിച്ച് അങ്ങനെയൊക്കെ കണ്ടിരിക്കും. അതൊക്കെയാണ് എൻജോയ്മെൻറ്റ്. ഇനിയിപ്പോൾ എന്താണ് സൊസൈറ്റിക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് നിങ്ങളുടെ ലൈഫ് വെച്ചിട്ടോ എക്സ്പീരിയൻസ് വെച്ചിട്ടൊക്കെ? സമൂഹത്തിന് എനിക്ക് കൊടുക്കാനുള്ളത്, നമ്മൾ ജീവിതത്തിലെ പല നിമിഷങ്ങളിലും നമുക്ക് കടം വന്നിട്ടോ അല്ലെങ്കിൽ കാമുകി ഇട്ടേച്ച് പോയിട്ടോ അല്ലെങ്കിൽ കാമുക ഇട്ടേച്ച് പോയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ വിഷമമായിട്ടൊക്കെ നമുക്ക് കുറേ വിഷമങ്ങൾ ഉണ്ടാവും. നമ്മൾ പറ്റ തളർന്നു വരും. പറ്റ തളർന്നാലും നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല. ഈ ഒരു നിമിഷം കഴിഞ്ഞാലും നാളെ നമുക്കൊരു നല്ല നിമിഷം വരും എന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ ജീവിക്കുക. പക്ഷേ ഈ തോറ്റിനേക്കായി പരാജയപ്പെട്ടതിനേക്കായി 100 മടങ്ങ് വിജയിച്ചിട്ടാവും നമ്മൾ നാളെ വരിക. അന്ന് ഇതോടെ കാത്തിരിക്കുക. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിലും സമയം സ്പെൻഡ് ചെയ്തതിലൊക്കെ വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു. ഓക്കെ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ദിസ് ഇസ് മീ ലിസിൻ കല്ലു സൈനിങ് ഓഫ് ഫ്രം ഇൻവേർഡ് സ്റ്റുഡിയോ.